അലയാഴി തന്നിൽ ആഞ്ഞടിക്കുന്ന തിരമാലകൾ ശാന്തമാകും. അതിവേഗമെത്തുന്ന കൊടുങ്കാറ്റുപോലും അമർന്നു പോകുന്ന ശബ്ദം. കാൽവരിനാദം, കാൽവരിനാദം. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കാൽവരിനാദം മിനിസ്ട്രിയുടെ പാടി സ്തുതിക്കാമെന്ന ഈ സാക്ഷ്യ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. 150 എപ്പിസോഡുകൾ പൂർത്തിയാക്കുവാൻ വലിയവനായി ദൈവം നമുക്ക് കൃപ ചെയ്തു. ഈ 151ാമത്തെ എപ്പിസോഡിലേക്ക് വീണ്ടും നാം കടന്നു വരുവാൻ വലിയവനായി ദൈവം നമുക്ക് തന്ന ഇത്ര വലിയ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനേക അനുഭവങ്ങളും അനേക സാക്ഷ്യങ്ങളൊക്കെ സന്ദേശങ്ങളുമൊക്കെ നമുക്കിതിലൂടെ കേൾക്കുവാൻ ദൈവം കൃപ ചെയ്തു. വീണ്ടും അതുപോലെ തന്നെ അനുഭവങ്ങളിലേക്ക് സാക്ഷ്യങ്ങളിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. വലിയവനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നാമെല്ലാം ദൈവസന്നിധിയിൽ ഇന്ന് മുഴുവൻ പ്രാർത്ഥനയോടെ ഇരിക്കാം. ശബ്ദവും വെളിച്ചവും ഇന്റർനെറ്റും കാലാവസ്ഥയും എല്ലാം നമുക്ക് അനുകൂലമായി ലഭിക്കേണ്ടതിന് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ ദൈവമേ, സ്വർഗപിതാവേ, അനുഗ്രഹീതമായ ഈ രാത്രി സമയത്തിനാണ് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നത്. അങ്ങയുടെ സന്നിധിയിൽ അനുഗ്രഹീതമായ ഗാനങ്ങളോടെ, ജീവിത അനുഭവങ്ങളിലൂടെ, സാക്ഷ്യങ്ങളിലൂടെ, ദൈവവചനത്തിലൂടെ ഞങ്ങൾ കടന്നു വരികയാണ്. കർത്താവ്, ഇതിലൂടെ എല്ലാം കർത്താവ് ഞങ്ങളോട് സംസാരിക്കണമേ. കഴിഞ്ഞ നാളുകളിൽ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നു, അതിനായിട്ട് സ്തോത്രം. ഇന്ന് രാത്രിയിലും കർത്താവെ അവിടുത്തെ ദാസന്മാരെയും ദാസിമാരെയും ഞങ്ങളോടുകൂടെ അയച്ചിട്ടുണ്ട്. സ്തോത്രം. ആ വലിയ സന്തോഷത്തോടെ, പ്രത്യാശയോടെ, പ്രാർത്ഥനയോടെ ഞങ്ങൾ ദിവസത്തിൽ ഇരിക്കുന്നു. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണം. അനുഭവങ്ങളിലൂടെ ഇവിടുന്ന് സംസാരിക്കണം, വചനത്തിലൂടെ സംസാരിക്കണം, ഗാനങ്ങളിലൂടെ. അതൊക്കെ ഞങ്ങൾക്ക് അനുഗ്രഹമാകണം. എല്ലാ കൃപയും നൽകണം. സഹോദരി സഹോദരന്മാർക്ക് എല്ലാ അനുകൂല സാഹചര്യങ്ങളും നൽകണം. അനേകരുടെ ജീവിതത്തിന് അനുഗ്രഹമാകണം. പ്രാർത്ഥനയോടെ ആരംഭിക്കട്ടെ. എല്ലാ തടസ്സങ്ങളെയും ബുദ്ധിമുട്ടുകളെ ഒഴിവാക്കി തരണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 150 എപ്പിസോഡുകൾ പൂർത്തിയാക്കുവാൻ വലിയവനായി ദൈവം നമുക്കിടയാക്കി. 151ാമത്തെ എപ്പിസോഡിലേക്കാണ് കടന്നു വരുന്നത്. 150ാമത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്ന അതേ ജീവിതാനുഭവം തന്നെ അതിന്റെ 2ാമത്തെ ഭാഗമായിട്ടാണ് ഇന്ന് നാം ദൈവസന്നിധിയിലായിരിക്കുന്നത്. അന്ന് കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് എ.സി. ഷാജി ഗുജറാത്ത് അവറുകളുടെ ജീവിതാനുഭവങ്ങൾ 150ാമത്തെ എപ്പിസോഡിൽ നാം കേൾക്കുവാനിടയായി. ഇന്ന് വീണ്ടും കർത്തൃദാസൻ നമ്മോടുകൂടെയുണ്ട്. അന്ന് പറയാതെ വിട്ടുപോയ ചില വാതിലുകൾ ഇന്ന് രാത്രി നമ്മോട് തുറക്കുകയാണ്. അതിലൂടെ നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹകരമായി തീരുവാൻ, ദൈവം നമ്മോട് സംസാരിക്കുവാൻ, പുതിയ ലക്ഷ്യം, പുതിയ താല്പര്യം, സമർപ്പണം നമുക്കുണ്ടാകുവാൻ വലിയവനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും എല്ലാ ബഹുമാനത്തോടും ആദരവോടും സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടെ ഈ മിനിസ്ട്രിയുടെ പേരിൽ ദൈവനാമത്തിൽ ഇതിലേക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ ഇന്ന് ഗാനങ്ങൾ ആലപിക്കുന്നത് പ്രിയമകൾ അക്സാറ്റി സന്തോഷാണ്. ഒരു ഗാനം കേട്ട് നമുക്ക് സാക്ഷ്യങ്ങളിലേക്ക് തിരിയാം. 2 ഗാനങ്ങളുടെ സമയം നമുക്കില്ല. അതുകൊണ്ട് തന്നെ പ്രിയ മകളെയും എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും പ്രാർത്ഥനയോടും കൂടെ ഈ ശുശ്രൂഷയിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യും. ഒരു ഹിന്ദി ഗാനമാണ് ഇന്ന് രാത്രി നാം കേൾക്കാൻ പോകുന്നത്. ആ ഹിന്ദി ഗാനം കേട്ട് നമുക്ക് മടങ്ങി വരാം. പ്രിയ മകൾ അത് ആലപിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. प्रभु रात मेरी डल जाए सुबह में तांको, इंतजार मुझको है तेरी ये प्रभु। रात मेरी डल जाए सुबह में तांको, कब से राह देखे हम इतने दिन बिता दिए, मुझको लेने बादलों पर कब तू आएगा। इंतजार मुझको है तेरी ये प्रभु, रात तेरी डल जाए सुबह में ताको।
को दर्द घुटेंगे, मंसूर मेरे मीटेंगे, जब मैं उसके संग संग स्वर्ग जाऊंगा। सारा मुझको है तेरी ये प्रभु, रात तेरी डल जाए सुबह में ताकू। सारा मुझको है तेरी ये प्रभु, रात तेरी डल जाए सुबह में ताकू। कब से राह देखे हम कितने दिन बिता दिए, मुझको लेने बादलों पर कब तू आएगा। सारा मुझको है तेरी ये प्रभु, रात तेरी डल जाए सुबह में ताकू। താങ്ക് യു അക്സാമോൾ. വളരെ അനുഗ്രഹീതമായൊരു ഗാനം നമുക്ക് കേൾക്കുവാനിടയായി. പ്രിയമുള്ള ദൈവം അനുഗ്രഹിക്കട്ടെ. 2 ഗാനങ്ങളുള്ള സമയം നമുക്ക് കൊടുക്കാനില്ല. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ സമയം സാക്ഷ്യത്തിന് കൊടുക്കണം. അതുകൊണ്ട് തന്നെയാണ് ഒരു ഗാനത്തിലേക്ക് നമുക്ക് പോകാനിടയായത്. കർത്താവിന്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ, എനിക്ക് തോന്നുന്നു 2 ആഴ്ചയ്ക്ക് മുമ്പുള്ള എപ്പിസോഡിൽ, കർത്താവിന്റെ ദാസന്റെ പ്രാരംഭ സാക്ഷ്യം നമുക്ക് കേൾക്കുവാൻ വലിയവനായ ദൈവം ഇടയായി. എന്നാൽ ഈ സമയത്തിനിടയിൽ ഒരാഴ്ച എനിക്കും അദ്ദേഹത്തിന്റെ സ്ഥലത്ത് ഗുജറാത്ത് ദമനിൽ എത്തിച്ചേർന്ന് അവരോട് കൂടെ ആ പ്രവർത്തനത്തിൽ പങ്കുകൊള്ളുവാൻ വലിയവനായ ദൈവം എനിക്കിടയായി. അതുകൊണ്ട് തന്നെ ഇനി പറയാതെ വിട്ടുപോയ ചില അനുഭവങ്ങളിലൂടെ ദൈവജനത്തിന്റെ മധ്യത്തിൽ അത് കേൾക്കണം എന്ന് പ്രാർത്ഥനയോടെ ഞാനും ആഗ്രഹിച്ചു. ആ നിലയിലാണ് കർത്താവിന്റെ ദാസനെ വീണ്ടും കോണ്ടാക്ട് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നത്. വീണ്ടും അദ്ദേഹത്തിന്റെ ജീവിത അനുഭവങ്ങളിലേക്ക് പോകുമ്പോൾ ഏത് നിലയിൽ എങ്ങനെയാണ് കർത്താവിന്റെ ദാസൻ നാളെ ഇതുവരെയും ഇപ്പോഴും കർത്താവിന്റെ വേല അവിടെ ചെയ്യുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ദൈവജനത്തിന് ഒരു വെല്ലുവിളിയായിരിക്കും, ഒരു സന്തോഷമായിരിക്കും, ഒരു ഉണർവായിരിക്കുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. അനേക ജീവിത അനുഭവങ്ങളെ കുറിച്ചും കഴിഞ്ഞ സാക്ഷ്യങ്ങളിൽ നാം കേട്ടു. പ്രിയ സഹോദരിയുടെ ശാരീരിക പ്രയാസങ്ങളെ കുറിച്ചൊക്കെ നാം കേട്ടു. അവിടെ എല്ലാം പ്രിയപ്പെട്ടവർ അതിനെയൊക്കെ അതിജീവിച്ച് കർത്താവിന് വേണ്ടി അവിടെ പോരാടുകയാണ്. ഇല്ലായ്മയുടെ മധ്യത്തിലും വളരെ പ്രതിസന്ധിയുടെ മധ്യത്തിലും അതിലുപരി ഉപദ്രവങ്ങളുടെയും പീഡനങ്ങളുടെയും മധ്യത്തിലും കർത്താവിന് വേണ്ടി നിലനിൽപ്പാൻ അല്പം പോലും പുറകോട്ട് നോക്കാതെ, അല്ലെങ്കിൽ പുറകോട്ട് പോകുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതെ വീണ്ടും വീണ്ടും കർത്താവിന് വേണ്ടി നിൽപ്പാൻ പ്രിയദാസനെയും തന്റെ കുടുംബത്തെയും ദൈവം അനുവദിക്കുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു സ്ഥലം സഭ അവിടെ രൂപീകരിക്കുവാനും ദമൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ചില വിശ്വാസികളുമായിട്ട് ദൈവത്തെ ആരാധിപ്പാൻ ഇടയായി. അതുപോലെ മധ്യപ്രദേശിന്റെ ചില സ്ഥലങ്ങളിൽ, മഹാരാഷ്ട്രയുടെ ചില സ്ഥലങ്ങളിലും കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിൽ പോകുവാൻ ഞങ്ങൾക്ക് ഒരുമിച്ച് ആ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുവാനൊക്കെ ദൈവം ഇടയാക്കി. പ്രിയ കർത്താവിന്റെ ദാസൻ വീണ്ടും നമ്മോടുകൂടെ ഇന്ന് രാത്രിയിൽ കടന്നു വന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിന്റെ സാക്ഷ്യം വീണ്ടും നമുക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഇനിയുള്ള സമയം പ്രിയ കർത്താവിന്റെ ദാസനും പ്രിയ സഹോദരിക്കും അവരുടെ ജീവിത അനുഭവങ്ങൾ, സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാനും ദൈവം ഇന്ന് രാത്രി നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന സന്ദേശം നമ്മളോട് അറിയിക്കുവാനുള്ള ഒരു അവസരമാണ്. എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ സമയം ഉപയോഗിക്കുന്നതിന് വേണ്ടി കർത്താവിന്റെ ദാസനെ പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നലെയിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കാൽവറി നാഥം മിനിസ്ട്രിയുടെ മാധ്യമത്തിലൂടെ ദൈവമക്കളെ കാണുവാനും സാക്ഷ്യം കഴിഞ്ഞ 150ാമത്തെ എപ്പിസോഡിൽ സാക്ഷ്യം പറഞ്ഞതാണ്. എന്നാൽ പറയാൻ വിട്ടുപോയ കാര്യങ്ങൾ വീണ്ടും പറയണം എന്ന് ദേവദാസൻ ഓർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വീണ്ടും നിങ്ങളുടെ മുമ്പാകെ വരുവാൻ ദൈവം ഒരു അവസരം കൂടി ഒരുക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം പ്രിയ സന്തോഷ് ബ്രദർ ഇവിടെ കടന്നു വന്ന് ഞങ്ങളോടൊപ്പം ആയിരിക്കാനായിട്ട് ഇടയാക്കി. വളരെ സന്തോഷകരമായിരിക്കുന്ന ദിവസങ്ങൾ ഞങ്ങൾക്ക് ഒരുമിച്ച് ചെലവഴിപ്പാനായിട്ട് സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. വീണ്ടും ഈ നിലയിൽ ഓൺലൈനിലൂടെ കർത്താവിന്റെ സാക്ഷ്യം വഹിപ്പാൻ ദൈവം നൽകിയ അവസരം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ കഴിഞ്ഞ സാക്ഷ്യത്തിൽ തന്നെ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ഇവിടെ വന്ന് അതിന് ശേഷമുള്ള അനുഭവങ്ങൾ മാത്രം പങ്കുവെക്കണമെന്നാണ് ആഗ്രഹിച്ചത്. എന്നാൽ ദേവദാസൻ ജനനവും ജീവിതവും കുടുംബ പശ്ചാത്തലവും ഒക്കെ ആദ്യം തന്നെ പറയണം എന്ന് പറഞ്ഞതിനാൽ കഴിഞ്ഞ സാക്ഷ്യത്തില് ആ കാര്യങ്ങൾ അല്പം നീണ്ടുപോകാനായിട്ടിടയായി.
കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ഇവിടെ വന്നതിന് ശേഷം വളരെ അനുഭവങ്ങളിലൂടെ കടന്നുപോയെങ്കിലും അതൊന്നും പങ്കുവെക്കാനുള്ള സമയം അനുവദിക്കാത്തത് കൊണ്ട് പറയുവാനായിട്ട് സാധിച്ചില്ല. എന്നാൽ ഇന്ന് ദൈവം വീണ്ടും അതിനുള്ളതായിരിക്കുന്ന ഒരു അവസരം ഒരുക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ കർത്തൃദാസനോടും അതുപോലെ ഈ മിനിസ്ട്രിയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഉള്ളതായിരിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിന്റെ നന്ദി ആദ്യമേ അറിയിക്കുന്നു. അതുപോലെ അനുഗ്രഹീതമായിരിക്കുന്ന പാട്ട് പ്രിയ മോളിലൂടെ കേൾപ്പാനായിട്ട് ദൈവം ഇടയാക്കിയതോർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ അർത്ഥവത്തായ ഒരു ഹിന്ദി പാട്ട് പ്രിയ പൈതലിന് പാടുവാൻ ദൈവം കൃപ ചെയ്തതോർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഞാന് ഈ കർത്താവിന്റെ വേലോടുള്ള ബന്ധത്തിൽ ഇവിടെ വന്നിട്ട് 27 വർഷമായി. ഈ 27 വർഷത്തെ അനുഭവങ്ങൾ അത് പലർക്കും വിശ്വസിക്കുവാൻ കഴിയുന്നതിനപ്പുറമായിരിക്കുന്ന അനേക അനുഭവങ്ങളിലൂടെ ദൈവം ഞങ്ങളെ കടത്തിവിടുവാനായിട്ട് ഇടയായി തീർന്നു. പക്ഷേ കൈവിടാത്തവൻ കരുതുന്ന കർത്താവിന്റെ ആ കരുതൽ ഓരോ നിമിഷവും അനുഭവിച്ചറിയുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. അതിന്റെ വിശദീകരണത്തിലേക്ക് അതിലെ ചില കാര്യങ്ങൾ മാത്രം വരുന്ന ദൈവം അനുവദിക്കുന്ന നിലയിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്നാൽ എൻ്റെ ഭാര്യ അടുത്തിരിപ്പുണ്ട്. താനും ഞാൻ കഴിഞ്ഞ സാക്ഷ്യത്തിൽ പറഞ്ഞു, താനും തന്റെ മാതാപിതാക്കള് ബാല്യത്തിലെ മരിച്ചു പോകാനായിട്ട് ഇടയായതാണ്. 2 പെൺമക്കളാണ്. എന്നാൽ ദൈവം അത്ഭുതകരമായിട്ട് തന്നെയും പരിപാലിച്ചു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞ 26 വർഷമായി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 26 വർഷവും ദൈവം ഞങ്ങളെ അത്ഭുതകരമായിട്ട് വഴി നടത്തുവാനായിട്ട് ഇടയായി. എന്നാൽ തനിക്കും ക്യാൻസർ എന്ന രോഗം ചില വർഷങ്ങൾക്ക് മുമ്പ് പിടിപ്പെടുവാനായിട്ട് ഇടയായി. സമയത്തും ഞങ്ങൾ വളരെ ഭാരത്തോടെ ദൈവസന്നിധിയിൽ ആ വിഷയം വെച്ച് കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല, ദൈവം ഞങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ അനുഭവത്തിലൂടെ കടത്തിവിടുന്നത് എന്നുള്ള വിശ്വാസത്തോടും ധൈര്യത്തോടും കൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനും ദൈവം അത്ഭുതകരമായിരിക്കുന്ന വിടുതൽ നൽകുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് തന്നെ അല്പസമയം എൻ്റെ ഭാര്യ തൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാൻ വേലയോടുള്ള ബന്ധത്തിൽ അനുഭവിച്ച ചില കാര്യങ്ങൾ കൂടി ദൈവമക്കളുമായിട്ട് എല്ലാവരുടെയും അനുഗ്രഹത്തിനും ആത്മീയവർദ്ധനയ്ക്കും ഉതകുന്ന കാര്യങ്ങൾ മാത്രം പറയുവാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. ദൈവം അതിനായി ഞങ്ങൾ സഹായിക്കേണ്ടതിന് എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിപ്പാനായിട്ട് അപേക്ഷിക്കുക. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എനിക്കിങ്ങനെ അവസരം തന്ന പ്രിയപ്പെട്ടവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഞാനൊരു വാക്യം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. സങ്കീർത്തനങ്ങൾ 23-4 വാക്യം. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടി ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ദൈവത്തിന്റെ നാമം, വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പല സാഹചര്യങ്ങളിലും ഈ 23-ാം സങ്കീർത്തനം എന്നെ വളരെ ധൈര്യപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂരിരുൾ താഴ്വരയുടെ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെറുപ്പം മുതലേ എനിക്ക് അനുഭവിപ്പാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഇടയായിട്ടുണ്ട്. അന്നൊന്നും അത്ര പരിജ്ഞാനം ഇല്ലായിരുന്നു. എന്നാൽ ദൈവം ഓരോ വഴികളിലൂടെ നടത്തിയപ്പോൾ അതെല്ലാം എൻ്റെ ജീവിതത്തിൽ എൻ്റെ നന്മയ്ക്കായിട്ടാണെന്ന് എനിക്ക് പിന്നെ അത് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഇടയായിട്ടുണ്ട്. ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു. എൻ്റെ വല്യപ്പച്ചനാണ് ആദ്യം വിശ്വാസത്തിലേക്ക് വരുന്നത്. മുളന്തുരുത്തി സഭയിലെ ആദ്യത്തെ മൂപ്പന്മാരിൽ ഒരാളായിരുന്നു എൻ്റെ വല്യപ്പച്ചൻ. പിന്നെ എൻ്റെ അമ്മയാണ് രക്ഷിക്കപ്പെട്ടത്. അതിനുശേഷം ഞങ്ങളെ ദൈവവചനം പഠിപ്പിക്കുകയും എല്ലാ മീറ്റിങ്ങുകളിലും ഞങ്ങളെ കൊണ്ടുപോവുകയും അങ്ങനെ ചെറുപ്രായത്തിൽ തന്നെ എൻ്റെ 12ാമത്തെ വയസ്സിൽ ഞാൻ കർത്താവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. എൻ്റെ 15ാമത്തെ വയസ്സിൽ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിപ്പാനും ദൈവം എനിക്ക് അവസരം തന്നു. ഇതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രയാസങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും എല്ലാം വന്നു. എൻ്റെ അപ്പച്ചൻ ഒരു ആസ്മ രോഗിയായിരുന്നു. അത് കാരണം എൻ്റെ അമ്മ കൂലിപ്പണി ചെയ്താണ് ഞങ്ങളുടെ ഭവനം നടന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ വളർന്നു വന്നത്. ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ജനിച്ചതിന് ശേഷം അപ്പച്ചൻ ജോലിക്ക് പോയിട്ടില്ല എന്നാണ്. അതിനുപാട് അപ്പച്ചൻ ചെറിയ ജോലികൾ ചെയ്യുമായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ജനിച്ചതിന് ശേഷം എൻ്റെ പിതാവ് ജോലിക്കൊന്നും പോയിട്ടില്ല. എന്നാൽ എൻ്റെ മാതാവ് കൂലിപ്പണി ചെയ്ത് ആ വരുമാനം കൊണ്ടാണ് ഞങ്ങളെ പോറ്റി പുലർത്തിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. എൻ്റെ മൂത്തൊരു ചേച്ചിയുണ്ട്. ചേച്ചി വിവാഹം കഴിഞ്ഞ് മുളന്തുരുത്തി സഭാംഗം തന്നെയാണ് ചേച്ചിന് വിവാഹം കഴിച്ചിരിക്കുന്നത്. അവിടെ സഭാ ഹാളിൻ്റെ അടുത്ത് തന്നെയാണ് വീട്. ഒരു കുടുംബമായി സന്തോഷമായിട്ടിരിക്കുന്നു. അങ്ങനെ എൻ്റെ 13ാമത്തെ വയസ്സിൽ എൻ്റെ അമ്മയ്ക്ക് ബ്രെയിൻ ട്യൂമർ വരികയും
ഏകദേശം 2 മാസേ അമ്മ രോഗിയായിട്ട് കിടന്നുള്ളൂ. അമ്മ കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. അതോടെ എൻ്റെ അപ്പച്ചൻ വളരെ വീക്കായി പോയി. അപ്പച്ചൻ ഒന്നത് തന്നെ ആസ്മ രോഗി കൂടിയായിരുന്നു. എൻ്റെ 14ാമത്തെ വയസ്സിൽ അപ്പച്ചനും കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. പിന്നെ ഞങ്ങൾക്ക് കൂട്ടായിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ വല്യപ്പച്ചനാണ്. വല്യപ്പച്ചൻ ഞങ്ങൾക്ക് കൂട്ടായിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾക്കൊരു ചെറിയ കടയുണ്ടായിരുന്നു. ആ കടയിൽ കച്ചവടം ചെയ്യും അപ്പച്ചൻ. ഞാൻ പോയി സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. അങ്ങനെ എൻ്റെ +2 പഠനത്തിന് ശേഷം ഞങ്ങളുടെ സഭയിലെ ഒരു മൂപ്പന്റെ മോള് രാജസ്ഥാനില് മിഷൻ സ്കൂൾ നടത്തുന്നുണ്ട്. അവരിപ്പോഴും അവിടെ ആയിരിക്കുന്നു, രാജസ്ഥാനിലെ ദൗസ എന്ന സ്ഥലത്ത്. എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി എൻ്റെ +2 പഠനത്തിന് ശേഷം. പിന്നെ എനിക്ക് മുന്നോട്ട് പഠിക്കാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ അവിടെ ചെന്നതിന് ശേഷം ഞാൻ ഭാഷയൊക്കെ പഠിച്ചു. അവിടെ സ്കൂളിലെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിക്കാനും ഓഫീസ് വർക്ക് ചെയ്യുവാനും അങ്ങനെ ഞാൻ അവിടെ 4.5 വർഷക്കാലം അവിടെ ആയിരുന്ന സമയങ്ങളിൽ എനിക്ക് ആത്മീയമായിട്ടും കൂടുതൽ വളരുവാനായിട്ട് ഇടയായി തീർന്നു. കർത്താവിന്റെ വേലയിൽ ഒരു ചെറിയൊരു ഭാഗം എനിക്ക് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. ഞങ്ങളുടെ കുറച്ച് സഹോദരിമാര് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചത്. അപ്പോൾ ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും വൈകിട്ട്, അന്ന് ഭാഷയൊന്നും അത്ര അറിയില്ല എങ്കിലും ഞങ്ങൾ ന്യൂ ടെസ്റ്റ്മെന്റ് ബുക്സും ഗോസ്പല് ചെറിയ ചെറിയ ബുക്ക്ലെറ്റ് അത് ഞങ്ങൾ കയ്യിൽ പിടിച്ചുകൊണ്ട് പോയിട്ട് ഞങ്ങൾ വഴിയിൽ വരുന്ന എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ബുക്ക് തീർന്നു കഴിയുമ്പോൾ ഞങ്ങൾ തിരിച്ച് സ്കൂളിൽ തന്നെയായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെ സ്കൂളിന് അവധിയുള്ള ദിവസം ഞങ്ങൾ വലിയ ഷോപ്പർ നിറച്ച് ബുക്കുമായിട്ട് ഞങ്ങൾ പോകും. ഓരോ കവലകളിൽ ഞങ്ങൾ ബുക്സ് അങ്കിള് മാത്രമേ ഞങ്ങളുടെ കൂടെ ആണായിട്ടുള്ളൂ എങ്കിലും ഞങ്ങൾ സഹോദരിമാര് ടീച്ചേഴ്സ് ഞങ്ങൾ എല്ലായിടത്തും നടന്ന് ബുക്കുകൾ കൊടുക്കും. കർത്താവിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയാവുന്ന പോലെ ചോദിക്കുന്നവരോട് ഞങ്ങൾ പറയും. അങ്ങനെ എനിക്ക് കർത്താവിന്റെ വേലയിൽ അവിടെ ആയിരിക്കാൻ ചെറിയ രീതിയിൽ ചെയ്യുവാനായിട്ട് കർത്താവ് സഹായിച്ചു. അതിനുശേഷം എനിക്ക് വിവാഹാലോചന വന്ന് 99-ല് ഗുജറാത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം ഭാഗ്യം തന്നു. ഇവിടെ ഞങ്ങൾ ആദ്യം ഉമ്മർഗാവ് എന്ന സ്ഥലത്താണ് കർത്താവിന്റെ വേലയിൽ ഇവിടെ വന്നപ്പോൾ ആയിരുന്നത്. അവിടെയൊക്കെ ചുറ്റുപാടുകളിൽ കർത്താവിന്റെ വേലയ്ക്ക് അച്ഛൻ്റെ കൂടെ പോവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. കുടുംബമായിട്ട് ഞങ്ങൾക്ക് അവിടെ അടുത്തുള്ള വില്ലേജുകളിലും പോയി കർത്താവിന്റെ വചനം അറിയിക്കുവാനും ചില വില്ലേജുകളിൽ ഞങ്ങൾ ചിലപ്പോഴൊക്കെ അവിടെ ഞങ്ങൾ താമസിച്ച്, അതായത് നമ്മുടേതായ രീതികൾ നമ്മളെ കുറച്ച് പഠിപ്പിക്കാൻ, അവരെങ്ങനെ ഫുഡ് ഉണ്ടാക്കണേ, അങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കാനൊക്കെ കർത്താവ് എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം തന്നു. അതുപോലെ സഹോദരിമാരുടെ ഇടയിലും സഹോദരിമാരോടും കർത്താവിന്റെ വചനം പറയുവാൻ വലിയനായ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു ഈ നാളുകളിലും. അങ്ങനെ കർത്താവിന്റെ വേലയ്ക്കായിട്ട് ഈ ദേശത്ത് എന്നെ കൊണ്ടുവന്നു. അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കുവാൻ ദൈവം ഞങ്ങൾ ഇതുവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിലും ഞങ്ങളുടെ ജീവിതത്തിൽ പലവിധമായ കഷ്ടങ്ങൾ, പ്രയാസങ്ങളിലൂടെ ഒക്കെ ഞങ്ങൾ കടന്നുപോയി, രോഗങ്ങളിലൂടെയൊക്കെ കടന്നുപോയി. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഞങ്ങൾ തളർന്ന സാഹചര്യങ്ങളുണ്ട്. എങ്കിലും കർത്താവ് ഞങ്ങളെ കൈവിട്ടില്ല. ഞങ്ങൾ തളർന്നു പോവാതെ കർത്താവ് ഞങ്ങളെ അവിടുത്തെ ഉള്ളം കയ്യിൽ വഹിച്ചു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യാണ്. അനേക ദൈവമക്കള് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ കർത്താവിന്റെ വേലയിൽ ഇന്നുവരെയും ആയിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യാണ്. അച്ഛൻ പറഞ്ഞ പോലെ 2021 എനിക്ക് ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകുകയും ചെറിയൊരു മുഴയാണ് കണ്ടത്. എന്നാൽ ഇവിടെയുള്ള ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, ഹോർമോൺ ചേഞ്ച് കൊണ്ട് ഉണ്ടായതാണ്, അത് മാറിക്കോളൂ എന്ന് പറഞ്ഞ് വിറ്റാമിൻ ഗുളിക തന്നു. അങ്ങനെ അത് വെച്ചുകൊണ്ട് 2 മാസം ഇരുന്നു. പിന്നെ അതില് വ്യത്യാസമൊന്നും കാണാതെ വന്നപ്പോൾ പിന്നെ ഞങ്ങള് മാമോഗ്രാം ചെയ്തു. അപ്പോഴാണ് ഇത് ക്യാൻസർ ആണ് എന്നറിയാനായിട്ട് ഇടയായിത്തീർന്ന. ബയോപ്സി ഒക്കെ എടുത്തു. എന്നാൽ അത് സ്റ്റാർട്ടിങ് പോയിന്റ് ആണെന്ന് അറിയുവാൻ ഇടയായി തീർന്നു. അങ്ങനെ എൻ്റെ ബദനി ഹോസ്പിറ്റലിൽ എൻ്റെ ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്യുവാൻ വലിയനായ ദൈവം വാതിലുകളെ തുറന്നു തന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിനുശേഷം എൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. ഞാൻ ഓർത്ത് ഇതോടെ എൻ്റെ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞു. എന്നാൽ ഡോക്ടർ പറഞ്ഞു ഇല്ല, ഇനി ഒരു ട്രീറ്റ്മെന്റ് കൂടി ഉണ്ട്, കീമോതെറാപ്പി കൂടി എടുക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എങ്കിലും ഞാൻ ദൈവസന്നിധിയിൽ ആ കാര്യങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് എനിക്ക് ആ സമയത്ത് ധൈര്യം തന്നു, ബലം തന്നു. എപ്പോഴും എന്നെ ഈ വാക്യം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ധൈര്യപ്പെടുത്തുമായിരുന്നു. സങ്കീർത്തനം 27-ന്റെ 14-ാം വാക്യം, യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക,
നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, യഹോവയിങ്കൽ പ്രത്യാശ വയ്ക്കുക. അതെ, നമ്മള് കൂരിരുട്ടിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം തനിയേ ഉള്ളൂ. ആ സമയത്ത് കൊറോണ സമയമാണ്. സഹവിശ്വാസികളെ ആരെ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല ഒരു റൂമിന്റെ അകത്ത്. ഞാൻ വളരെ വേദനയോടുകൂടിയായിരുന്നു. എനിക്കും ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. ആ സമയത്ത് തന്നെ എൻ്റെ ചേച്ചിയുടെ മോൻ ആക്സിഡന്റിൽ മരിച്ചുപോയി. അതെനിക്ക് താങ്ങാവുന്നതിൽ വളരെ ദുഃഖമായിരുന്നു. ആ കുഞ്ഞിന്റെ മരണം ഞങ്ങളുടെ കുടുംബത്തെ മുഴുവനും വളരെ ദുഃഖത്തിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. എന്നാൽ ആ സമയത്ത് എനിക്ക് കരയാൻ പോലുള്ള ശക്തിയില്ലായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് എൻ്റെ സ്റ്റിച്ച് എല്ലാം ഉണ്ട്. എനിക്കാണെങ്കിൽ സംസാരിക്കാൻ പോലും ശരിക്കും സാധിക്കത്തില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലായിരുന്നു. ഈ കൊച്ച് എൻ്റെ ഓപ്പറേഷത്തിന് മുമ്പ് എന്നെ വിളിച്ച് വളരെ ധൈര്യപ്പെടുത്തി. ഒന്നും കൊണ്ട് ഭാരപ്പെടണ്ട, ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങളെല്ലാവരും കൂടെയുണ്ട്, അങ്ങനെ എന്നെ വിളിച്ച് വളരെ ധൈര്യപ്പെടുത്തി. പിന്നെ ഞാൻ കേൾക്കുന്ന ഈ കൊച്ചിന്റെ മരണമാണ്. ഞങ്ങൾക്ക് വളരെ എനിക്കൊന്ന് കാണാൻ പോലുള്ള സാഹചര്യം കിട്ടിയില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കർത്താവ് ആ സമയത്തൊക്കെ വളരെ ബലം തന്നു. ദൈവവചനത്തിലൂടെ അനേക വാക്യങ്ങൾ എന്നെ വളരെ ധൈര്യപ്പെടുത്തി. ദൈവത്തിന് എല്ലാം മഹത്വം അർപ്പിക്കുകയാണ്. അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയാണ്. എൻ്റെ ചേച്ചി ആകെ തളർന്നു പോയിരുന്നു. എങ്കിലും ചേച്ചീനെയും ദൈവം ബലപ്പെടുത്തി. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നാം ദൈവത്തിൽ വായിക്കുന്ന പോലെ റോമാലേഖനം 8:28 വാക്യം, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അതെ, സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു നാം വായിക്കുന്നു. അതെല്ലാം നന്മയ്ക്കായി തീർക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. നമ്മുടെ ദൈവം ചെയ്യുന്ന എല്ലാം നന്മയ്ക്കാണ്. ഞങ്ങളുടെ മാതാപിതാവും ഞങ്ങളെ ചെറുപ്പത്തിലെ ഞങ്ങളെ വിട്ടു പിരിഞ്ഞപ്പോൾ ഞങ്ങൾ ഇനി എന്തായിരിക്കും, ഞങ്ങൾ പകച്ചു നിന്നു. ഞങ്ങളുടെ ചുറ്റുപാടുള്ളവര് ഞങ്ങളോട് പകച്ചു നിന്നു. എന്നാൽ പലരും പറഞ്ഞു ഇവരെ അനാഥശാലയിൽ കൊണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞു. എങ്കിലും ദൈവം ഞങ്ങളെ എവിടെയും കൈവിട്ടില്ല. ദൈവം ഞങ്ങളെ കാത്തു. ഞങ്ങളെ വിവാഹശേഷം ഞങ്ങളെ എപ്പം നാട്ടിൽ ചെന്നാലും ഒരു ദിവസം എൻ്റെ വീട് മുളന്തുരുത്തിയുടെ അടുത്ത് എരുവേലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഞാൻ എപ്പോഴും പോയാലും എൻ്റെ വീട്ടിൽ പോവും, അവിടെ പോവും. അവിടെ ചുറ്റുപാടുള്ള എല്ലാവരെയും പോയി കാണും. എന്നാലും അവര് പറയും ഇവര് സഭയിൽ പോയത് കാരണമാണ് ഇത്ര അനുഗ്രഹിക്കപ്പെട്ടത്. അച്ഛനെ കാണുമ്പോഴും പറയും ഇവരിങ്ങനെയൊക്കെ ആയിരുന്നു, എന്നാൽ അവര് ഈ സഭയിൽ പോയത് കൊണ്ടാണ് ഇവര് ഇത്ര നന്നായത്, അതിൽ പോയത് വളരെ നന്നായി എന്നൊക്കെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരിൽ നിന്ന് അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞങ്ങളുടെ ചുറ്റുപാടുള്ളവരും ഒക്കെ കർത്താവിനെ കുറിച്ച് മഹത്വീകരിക്കുന്ന കർത്താവിനെ കുറിച്ച് ആ സാക്ഷ്യം പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ദൈവം ഞങ്ങളെ കഴിഞ്ഞ നാളുകളിൽ നടത്തി. അതുപോലെ എൻ്റെ കീമോയുടെ അത് വന്നു കഴിഞ്ഞപ്പോഴും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എൻ്റെ മുടിയെല്ലാം പോവും. അതുകൂടെ എങ്കിലും ദൈവം എനിക്ക് ഇനി ആയുസ്സും ആരോഗ്യം തരുവാണെങ്കിൽ കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കണം എന്നുള്ള ആ ആഗ്രഹം. എന്നാലും 2 കീമോ കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ഇനി ഞാൻ ജീവിക്കത്തില്ല, ഞാൻ മരിക്കാൻ പോവാണ്. അങ്ങനെ തന്നെ എനിക്ക് വന്നു. എനിക്ക് എൻ്റെ ശരീരത്തിന് ബലമൊക്കെ നഷ്ടപ്പെട്ട പോലെ എനിക്ക് വളരെ വേദനയും പ്രയാസങ്ങളും എനിക്ക് സഹിക്കാവുന്നതിനപ്പുറം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ ഓരോ ദിവസവും ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുക. എല്ലാ ചെറുപ്പത്തിലെ പഠിച്ചിരിക്കുന്ന സങ്കീർത്തനങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വരും. അതെല്ലാം ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എങ്കിലും കർത്താവ് എനിക്ക് അവിടെ ഓരോ കീമോയ്ക്ക് ചെല്ലുമ്പോഴും അവിടെ സിസ്റ്റർ പറയും, ചിലവർക്കൊക്കെ ഇങ്ങനെ 8 കീമോ ഒന്നും കംപ്ലീറ്റ് ആവാൻ പറ്റാറില്ല സിസ്റ്റർ മോളെ എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറയും. അപ്പൊ എനിക്കും അതുപോലെയൊക്കെ തന്നെയാണ്. ഇനി എനിക്ക് അടുത്ത കീമോയ്ക്ക് വരാൻ പറ്റുമോന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പൊ പോരാൻ നേരത്തെ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ആ സാഹചര്യങ്ങളെല്ലാം ദൈവം കടത്തിവിട്ടു. എന്നാൽ അതിലെല്ലാം കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, ധൈര്യത്തോടെ നിൽക്കുവാൻ, ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് നിൽക്കുവാൻ ദൈവം എനിക്ക് കൃപ നൽകി. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനേക ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരോടെല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. തുടർന്നും ഞങ്ങളെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. എന്റെയും തുടർന്നുള്ള ആരോഗ്യത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരുടെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടൊന്ന് മാത്രമാണ് ഞാൻ ഇപ്രകാരം ആയിരിക്കുന്നത് തന്നെ. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്കിങ്ങനെ ഒരു അവസരം തന്ന പ്രിയപ്പെട്ടവരുള്ള നന്ദി പ്രത്യേകം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. വളരെ ദുഃഖകരമായിരിക്കുന്ന അനുഭവങ്ങളിലൂടെ ദൈവം നടത്തിയെങ്കിലും ദൈവം അത്ഭുതകരമായിട്ട്
ഞങ്ങളെ പരിപാലിക്കാനായിട്ട് ഇടയായി തീർന്നു. സുനിയുടെ ജീവിതത്തിലും ബാല്യം മുതൽ തന്നെ വളരെ കഷ്ടതയുടെ അനുഭവത്തിലൂടെയാണ് അവൾ കടന്നുപോയത്. എന്നാൽ ദൈവം ഇതുവരെയും ഞങ്ങളെ കൈവിട്ടില്ല. വിവാഹം കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഭാര്യയുടെ താമസിച്ചിരുന്ന വീടിന്റെ ആ ഭാഗത്ത് നിന്നപ്പോൾ അവിടെയുള്ള ചുറ്റുപാടുള്ള ഹിന്ദുക്കള് എന്നെ കെട്ടിപ്പിടിച്ച് അവര് എന്നെ ഉമ്മ വെക്കുവാനായിട്ടിടയാ. എന്നിട്ട് പറഞ്ഞു, മകനെ, വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ മാതാപിതാക്കൾ അമ്മയും അപ്പനും ഓരോ വർഷത്തിന്റെ ഗ്യാപ്പിൽ മരിപ്പാനായിട്ടിടയായി. അന്ന് ഇവര് കുഞ്ഞുങ്ങളാണ്. അന്ന് ഞങ്ങൾ നാട്ടുകാരെല്ലാം പറഞ്ഞു, ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താകും എന്ന് ഞങ്ങൾ എല്ലാവരും പറയുമായിരുന്നു. എന്നാൽ ഇന്നിത് കാണുമ്പോൾ ഞങ്ങൾക്കെല്ലാം സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് ആ നാട്ടുകാരെന്നെ കെട്ടിപ്പിടിപ്പാനായിട്ട് ഇടയായത് എന്നും എനിക്ക് ഓർക്കുക. ഞങ്ങളെ ദൈവമാണ് ആ നിലയിൽ ഞങ്ങളെ കൂട്ടിയോജിപ്പിക്കാനും ഇടയായി തീർന്നത്. ഞാൻ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ, ഞാൻ കഴിഞ്ഞ സാക്ഷ്യത്തിൽ വിശ്വാസത്തിൽ വന്ന കാര്യങ്ങളൊക്കെ പറയുവാനായിട്ട് ഇടയായി. ആ സമയത്ത് കർത്താവിന്റെ ദാസൻ ഡാനിയൽ വില്യം സാറ് കൊച്ചി, അന്ന് ആ സമയത്ത് എന്നോട് പറയുവാനായിട്ടിടയായി, ഷാജി ഇപ്പൊ ചെറുപ്പമാണ്, പക്ഷേ എന്നും പ്രാർത്ഥിക്കണം, അതുപോലെ ബൈബിള് എത്ര പ്രാവശ്യം വായിച്ചു തീർക്കാൻ കഴിയുമോ അത്രയും വായിച്ചു തീർക്കണം, ബൈബിൾ എപ്പോഴും വായിക്കണം, എപ്പോഴും പ്രാർത്ഥിക്കണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വിവാഹത്തിന് വേണ്ടിയും കുടുംബജീവിതത്തിന് വേണ്ടിയും ലഭിക്കാനിരിക്കുന്ന ഭാര്യയ്ക്ക് വേണ്ടിയും ഇപ്പോഴേ പ്രാർത്ഥിക്കണം എന്ന് എന്നെ ഉപദേശിക്കാനായിട്ടിടയായി. അന്ന് മുതൽ ഞാൻ ദൈവസന്നിധിയിൽ ആ വിഷയം വെച്ച് പ്രാർത്ഥിപ്പാനായിട്ടിടയായി. ഇന്ന് ഈ 10-27 വർഷത്തിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ അത് ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു എനിക്ക് തന്ന ഒരു തക്ക തുണയാണ് എന്നുള്ളത് അനുഭവിച്ചറിയുവാനായിട്ട് ദൈവമിടയായി തീർന്നു. ഞാൻ കഴിഞ്ഞ സാക്ഷ്യത്തിൽ പറയുണ്ടായി, ജീവിതത്തിലെ ചില സാഹചര്യങ്ങൾ ഞാൻ വേല തന്നെ മതിയാക്കി നമുക്ക് പഴയ ജോലിയിലേക്ക് തിരിച്ചു പോകാം എന്നുള്ള അഭിപ്രായം ഞാൻ 2-3 പ്രാവശ്യം എൻ്റെ ഭാര്യയോട് പറയുവാനായിട്ടിടയായി. കാരണം അത്രമാത്രം ശാരീരികമായും മാനസികമായും സാമ്പത്തികമായിട്ടൊക്കെ തകർന്ന അനുഭവത്തില് ആ സമയത്തെല്ലാം എന്നെ ബലപ്പെടുത്തിയതുകയും എന്നെ കർത്താവല്ലേ നമ്മെ വേലയ്ക്ക് വിളിച്ചത്, അച്ചായനെ വിളിച്ചത്. അവരുടെ കർത്താവ് നമ്മുടെ കാര്യം നോക്കിക്കോളും, കർത്താവ് നമ്മളെ പോറ്റിക്കോളും. അതുകൊണ്ട് വേറെ ഒരു മനുഷ്യനോടും നമ്മുടെ കാര്യം പറയണ്ട, കർത്താവിനോട് പറഞ്ഞ് നമുക്ക് മുട്ടയെന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും എങ്ങനെയുള്ള ആ സാഹചര്യം വരുമ്പോൾ ബെഡ്റൂമിൽ കയറി ഞങ്ങൾ രണ്ടുപേരും മുട്ടുമേൽ നിന്ന് കൈകോർത്ത് പിടിച്ച് ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന കഴിയുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം ദൈവം ഞങ്ങൾക്ക് തരുന്നത് അനുഭവിച്ചറിയുവാൻ കഴിയും. ഞങ്ങൾ ഡെമനിലെ കർത്താവിന്റെ വേലയ്ക്കായിട്ട് വന്നപ്പോ ഞാൻ കഴിഞ്ഞ സാക്ഷ്യത്തിൽ സൂചിപ്പിച്ചു, ഞങ്ങളുടെ കയ്യിൽ വാടക കൊടുക്കാനായിട്ടുള്ള പൈസ ഇല്ലായിരുന്നു. 3 മാസമായി അവരോട് പറഞ്ഞ അടുത്ത മാസം തരാം. ഡിപ്പോസിറ്റ് ആയിട്ട് ആദ്യം ഒരു 10,000 രൂപ കൊടുത്തിരുന്നു. എന്നാൽ മാസം 3,000 രൂപ വാടക കൊടുക്കണം. 3 മാസമായപ്പോൾ 9,000 രൂപ ഡിപ്പോസിറ്റ് കൊടുത്തു, 9,000 രൂപയും തീർന്നു. അപ്പോ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ റൂം കാലിയാക്കിയാണ്, ഡിപ്പോസിറ്റ് തന്നതിൽ ഇനി ബാക്കിയുള്ളത് എനിക്ക് തിരിച്ചു തന്നേക്കും, ഞാൻ വേറെ റൂം അന്വേഷിച്ച് വേറെ റൂമിലേക്ക് മാറാം, 1-ാം തീയതിയോടുകൂടി ഞാൻ റൂം മാറും എന്ന് പറയുവാനായിട്ടിടയായി. എന്നാൽ അവിടെ എന്താവും, വേറെ റൂമിനും ഡിപ്പോസിറ്റ് കൊടുക്കണം, അതെന്താവും എന്നൊന്നും അറിഞ്ഞുകൂടാ. ദൈവസന്നിധിയിൽ ഞങ്ങൾ ആ വിഷയം വെച്ച് പ്രാർത്ഥിച്ച്, കർത്താവേ, ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന നീ ആണെങ്കിൽ കർത്താവെ ഞങ്ങൾക്ക് വഴി തുറക്കണമേ, അല്ല എങ്കിൽ ഞങ്ങൾ ഇത് വിട്ട് ഈ സുവിശേഷ വേല തന്നെ മതിയാക്കി ഞങ്ങൾ മറ്റു ജോലിയിലേക്ക് പോകേണ്ടതായിട്ട് വരും, അതാണ് നിന്റെ ഹിതമെങ്കിൽ അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് തീരുമാനിക്കുകയാണ് എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ എന്നാൽ ദൈവം ആ സമയത്ത് വേറൊരു റൂം ഞങ്ങൾക്ക് കാണിച്ചു തരികയും അവിടെ ആ 3,000 രൂപയിൽ നിന്ന് 500 രൂപ കൂടി കുറഞ്ഞ് 2,500 രൂപയ്ക്ക് ഒരു ഫ്ലാറ്റ് ലഭിക്കാനായിട്ട് ദൈവം ഇടയാക്കി. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ആ റൂമിന്റെ ഉടമസ്ഥൻ എന്നോട് ഞാൻ പറഞ്ഞു, ഞങ്ങൾ സുവിശേഷ പ്രവർത്തകരാണ് എന്നെല്ലാം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് കുഴപ്പമില്ല, മദ്യപാനികളും വഴക്കാളികളുമായിരിക്കുന്നവർക്ക് ഞങ്ങൾ റൂം കൊടുക്കുകയില്ല, മാത്രമല്ല ബാച്ചിലേഴ്സിന് കൊടുക്കുകയില്ല, ഫാമിലിക്ക് കൊടുക്കുകയുള്ളൂ. ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായി. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ആദ്യമേ തന്നെ ഡിപ്പോസിറ്റ് 10,000 രൂപ ഡിപ്പോസിറ്റ്, അതുപോലെ 1 മാസത്തെ വാടകയും ആദ്യമേ തരണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങളെല്ലാം ചിക്കൻ ബോക്സ് ആയിട്ടിരിക്കുകയായിരുന്നു ആ സമയത്ത്. ഞാൻ പറഞ്ഞു, ഞങ്ങളിപ്പോ ചിക്കൻ ബോക്സിന്റെ അനുഭവത്തിലൂടെ എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്, കയ്യിൽ അല്പം സാമ്പത്തിക പ്രയാസമുണ്ട്, അതുകൊണ്ട് എനിക്ക് 1 മാസത്തെ സമയം തരണം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. റൂമിന്റെ ഉടമസ്ഥൻ അത് സമ്മതിച്ചു, 1 മാസത്തെ സമയം തരാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ അങ്ങോട്ട് താമസം മാറുവാനായിട്ടിടയായത്. എന്നാൽ ആ സമയത്ത് തന്നെ കുഞ്ഞുങ്ങളെ 2 പേരെ സ്കൂളിൽ അഡ്മിഷന്റെ കാര്യങ്ങൾ
എടുക്കണം. ആ സ്കൂൾ അഡ്മിഷന്റെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയി. ഞാൻ കഴിഞ്ഞ സാക്ഷ്യത്തിൽ അല്പം ഒന്ന് സൂചിപ്പിച്ചു. എന്നാൽ സ്കൂൾ തുറക്കുന്ന ദിവസം ഞാനും സുനിയും ഞങ്ങളുടെ 2 കുഞ്ഞുങ്ങളെയും ഒരുക്കി സ്കൂളിൽ ചെന്നപ്പോൾ അവിടെ ചെന്ന് ഇരുത്തി. ഇളയ മോളെ സ്കൂളിൽ പോകാൻ വലിയ ഉത്സാഹിയായിരുന്നു. അപ്പൊ സ്കൂളിൽ പോകുന്നതെന്ന് കേട്ടപ്പോൾ സ്കൂൾ തുറക്കുന്ന ദിവസം ഭയങ്കര തുള്ളിച്ചാടി വളരെ ഉത്സാഹത്തോടെയാണ് ഒരുങ്ങി സ്കൂളിലേക്ക് പോയത്. അവിടെ സ്കൂളിൽ കൊണ്ടുവന്ന് ഇരുത്തി കഴിഞ്ഞപ്പോൾ എല്ലാ കുട്ടികളും മാതാപിതാക്കളുടെ കൂടെ തിരിച്ചു വീട്ടിൽ പോകാനായിട്ട് കരയുമ്പോൾ എന്റെ മക്കൾ 2 പേരും അവിടെ ആ സ്കൂളിനകത്ത് കയറിയിരുന്ന് ഞങ്ങളോട് ടാറ്റ പറയുക. നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞ് ഞങ്ങളോട് ടാറ്റ പറയുക. അപ്പൊ ടീച്ചർമാർക്ക് ഭയങ്കര അതിശയം. എല്ലാ കുട്ടികളും തിരിച്ചു വീട്ടിൽ പോകാനായിട്ട് മാതാപിതാക്കൾ പോകുമ്പോൾ കരയുന്നു, എന്നാൽ ഇവര് മാത്രം മാതാപിതാക്കൾക്ക് ടാറ്റ കൊടുത്ത് ഒരു സന്തോഷത്തോടെ അവിടെ ഇരിക്കുന്നു. എന്നാൽ ഞങ്ങള് ഗേറ്റിന് വെളിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ടീച്ചർ ഞങ്ങളെ പുറകെ വന്ന് വിളിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ടീച്ചർ വന്നിട്ട് ചോദിച്ചു, ആ കുഞ്ഞുങ്ങളുടെ പേരെന്താണ്? അപ്പൊ ഞാൻ പേര് പറഞ്ഞു. അവ പറഞ്ഞു, അയ്യോ രജിസ്റ്ററിൽ കുഞ്ഞുങ്ങളുടെ പേര് കാണാനില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ അതിന്റെ 2 ദിവസം മുമ്പ് ഞാൻ മെയിൻ സ്കൂളിൽ പോയി ഞാൻ അവിടെ സംസാരിച്ച് അഡ്മിഷന്റെ കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കിയത്. പക്ഷെ അഡ്മിഷന് പൈസ കൊടുക്കണമായിരുന്നു. പൈസ കൊടുക്കാനില്ലാതിരുന്നത് കൊണ്ട് അവിടെയുള്ള മെയിൻ സാറിനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സാരമില്ല, 10 ദിവസത്തിനകം നിങ്ങൾ ഫീസ് അടക്കുമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. വാക്കാൽ പറഞ്ഞതല്ലാതെ രേഖയൊന്നും തന്നില്ല. ആ നിലയിൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് സ്കൂൾ തുറന്ന് അന്ന് കൊച്ചുങ്ങളായിട്ട് സ്കൂളിൽ ചെന്നത്. എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ രജിസ്റ്ററിൽ പേരില്ല എന്ന് പറഞ്ഞ് ടീച്ചർ പറഞ്ഞു സ്കൂളിൽ ഇരുത്താൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ സംസാരിച്ചതാണ് എന്ന് പറഞ്ഞു. അവരെ പെട്ടെന്ന് മെയിൻ സ്കൂളിലേക്ക് ഫോൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ മെയിൻ സ്കൂളില് ആരോ ഫോൺ എടുത്തവര് പറഞ്ഞു, രജിസ്റ്ററിൽ പേരില്ലെങ്കിൽ കുഞ്ഞുങ്ങളെ സ്കൂളിൽ ഇരുത്തണ്ട, അവരെ പറഞ്ഞു വിടാൻ പറഞ്ഞു. അങ്ങനെ കുഞ്ഞുങ്ങളെ അവര് പറഞ്ഞു, അയ്യോ സാരമില്ല, നിങ്ങൾ ഒരു കാര്യം കുഞ്ഞുങ്ങളെ കൊണ്ടുപോകണം, കാരണം മെയിൻ സ്കൂളിൽ നിന്ന് ഇവിടെ രജിസ്റ്ററിൽ പേരില്ലാത്ത കുഞ്ഞുങ്ങളെ ഇരുത്താൻ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ അത് കേട്ടപ്പോൾ ഞങ്ങളുടെ ഹൃദയം തകർന്നു. കർത്താവ് വാടക കൊടുത്തിട്ടില്ല, ഇപ്പൊ കുഞ്ഞുങ്ങള് ഫീസ് കൊടുക്കാത്ത നിമിത്തം സ്കൂളിൽ വരുത്താനായിട്ട് പറ്റാത്ത അവസ്ഥയാണല്ലോ. സുനിക്ക് പെട്ടെന്ന് കരച്ചിൽ വന്നു. ഞാൻ പറഞ്ഞ്, ഏതായാലും നമുക്ക് കുഞ്ഞുങ്ങളായിട്ട് പോവാം, ഞാൻ പിന്നെ മെയിൻ സ്കൂളിൽ പോയി സംസാരിക്കാം എന്ന് പറഞ്ഞ് ഞാൻ ചെന്ന് കുഞ്ഞുങ്ങളെ വിളിച്ചു. മൂത്ത മോളോട് കാര്യങ്ങൾ പറഞ്ഞു, മോളെ ഇങ്ങനെയൊക്കെയാണ്, നാളെ സ്കൂളിൽ വരാം, ഇന്നിപ്പം നമുക്ക് വലിയ സ്കൂളിൽ പോയി അവിടെ ഓഫീസിൽ പോയി ടീച്ചറിനെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞപ്പോൾ മൂത്ത മോള് ഞങ്ങളുടെ കൂടെ വന്നു. എന്നാൽ ഇളയ മോള് വരാൻ തയ്യാറല്ല. അവള് പറഞ്ഞു, എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞ് അവളെ സ്കൂളിലെ ബെഞ്ചിൽ മുറുകെ പിടിച്ച് കരച്ചിലായി. ടീച്ചർമാരെല്ലാം അവളെ അവിടെ നിന്ന് ഞങ്ങളുടെ കൂടെ വിടാനായിട്ട് അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കാൻ നോക്കിയിട്ട് അവള് വരുന്നില്ല. എനിക്ക് വരണ്ട, എനിക്ക് ഇവിടെ ഇരിക്കണം, എനിക്ക് പഠിക്കണമെന്ന് പറഞ്ഞ് അവള് കരച്ചിലായി. ടീച്ചർമാർക്കും കരച്ചിലായി, ടീച്ചർമാർക്കും സന്തോഷം. ഒരു കുഞ്ഞുങ്ങളും ചെയ്യാത്ത പ്രവൃത്തി. സ്കൂളിൽ നിന്ന് പോകാനെല്ലാ കുഞ്ഞുങ്ങളും കരയുമ്പോൾ ഈ കുഞ്ഞ് മാത്രം ഇങ്ങനെ കാണിക്കുന്നില്ല, അയ്യോ ഭയങ്കര കഷ്ടമെന്ന് പറഞ്ഞ് ടീച്ചർമാർക്കും സങ്കടമായി. ഞാൻ പിന്നെ അവസാനം ബലമായിട്ട് അവളുടെ കൈ ബെഞ്ചിൽ നിന്ന് വിടുവിച്ച് അവളെ എടുത്തിട്ട് പറഞ്ഞ, മോളെ നമുക്ക് വരാം, ഇനിയും വരാം, നാളെ വരാട്ടോ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ എടുത്ത് ഞങ്ങള് ബൈക്കില് 2 വീലറിൽ വന്നു. ഇളയ കുഞ്ഞിനെ സുനിയുടെ കയ്യിൽ കൊടുത്തു. ഞാൻ മൂത്ത മോളെ ഫ്രണ്ടിലെ ടാങ്കിന്റെ പുറത്തിരുത്തി ഞാൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. പോകുമ്പോൾ എനിക്ക് വഴി പോലും കാണാൻ കഴിയാതെ വണ്ണം കണ്ണുകൾ നിറയുക. ബൈക്കിൽ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നിന്റെ വേലയ്ക്ക് ഇറങ്ങുന്നവരുടെ അവസ്ഥ ഇതാണെങ്കിൽ ആരിന് നിന്റെ വേല ചെയ്യും? നിന്നെ നോക്കി ഇറങ്ങുന്നവർക്ക് ഇതാണ് അനുഭവമെങ്കിൽ ഒന്നിനെ കുറിച്ചും ഭാരപ്പെടണ്ട എന്ന് അവിടെ നിന്ന് പറഞ്ഞ വാക്കുകൾക്ക് എന്തർത്ഥമാണുള്ളത്? എന്നെ പോറ്റുവാൻ, എന്റെ കാര്യങ്ങൾ പരിപാലിക്കുവാൻ നിനക്ക് കഴിയുന്നില്ല, ഞാൻ എങ്ങനെ നിന്നെ പ്രസംഗിക്കും? എനിക്ക് അനുഭവിച്ചറിയുവാൻ കഴിയാത്ത ഒരു കർത്താവിനെ എങ്ങനെ ഞാൻ മറ്റുള്ളവരോട് പ്രഘോഷിക്കും? കർത്താവെ, നീ എന്റെ കുഞ്ഞുങ്ങളെ നാളെ സ്കൂളിൽ വരുവാനായിട്ടുള്ള അവസരം ഒരുക്കി തരുന്നില്ല എങ്കിൽ ഞാൻ ഈ വേല അവസാനിപ്പിക്കും. ഇനി ഈ ബൈബിള്, ഈ ഗ്രന്ഥം ഞാൻ ഇനി പ്രസംഗിക്കുകയില്ല എന്ന് ഞാൻ വണ്ടിയിൽ ഇരുന്ന് തന്നെ കർത്താവിനോട് പറഞ്ഞു. വീട്ടിൽ വന്നിട്ട് ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നമുക്ക് അല്പസമയം പ്രാർത്ഥിക്കാം, ദൈവഹിതം എന്താണോ അതനുസരിച്ച് നമുക്ക് തീരുമാനമെടുക്കാം. ഞങ്ങൾ 2 പേരും ബെഡ്റൂമിൽ കയറി ഞങ്ങൾ മുട്ടുമേൽ നിന്ന് കൈ കോർത്ത് പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച് 12:30 വരെ ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ആദിവാസി ഗ്രാമത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ഒരു ചെറുപ്പക്കാരൻ, അവന്റെ കോളേജിൽ അവധി ആയതുകൊണ്ട് അവൻ ഞങ്ങളുടെ കൂടെ താമസിക്കാനായിട്ട് വരുന്നു എന്ന് പറഞ്ഞ് അവൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ അവന്റെ അടുക്ക കുഞ്ഞുങ്ങളെ ആക്കിയിട്ടാണ് ഞങ്ങൾ അകത്ത് കയറിയിരുന്ന് പ്രാർത്ഥിക്കുന്നത്. 12:30 ആയപ്പോൾ ഞാൻ സുനിയോട് പറഞ്ഞു, നീ ആ അടുക്കളയില്
കഞ്ഞി എന്തെങ്കിലും വെക്ക്, കാരണം അവനും ഉണ്ടല്ലോ, അതുകൊണ്ട് നീ കഞ്ഞി എന്തെങ്കിലും വെക്കാൻ പറഞ്ഞു. അങ്ങനെ അവള് അടുക്കളയിലേക്ക് കയറിയ സമയത്താണ് വാതിലില് മുട്ടുന്നത്. ആരാണ് എന്നറിയില്ല. അപ്പൊ വാതിൽ ചെന്ന് തുറന്നപ്പോഴ് തൊട്ട് വീടിന്റെ താഴെ റോഡിലുള്ള STD ബൂത്തിന്റെ അതിലെ അയാളാണ്, ഒരു പയ്യനാണ്. അവൻ ചോദിച്ചു, സാറിന്റെ പേരാണോ ഷാജി? ഞാൻ പറഞ്ഞു അതെ. അവ പറഞ്ഞു, പോസ്റ്റ്മാൻ കുറച്ച് നിങ്ങൾ ഇവിടെ നിന്ന് ഇല്ലായിരുന്നു, പോസ്റ്റ്മാൻ വന്നായിരുന്നു. അപ്പൊ ഇവിടെ ആരും ഇല്ലാതിരുന്നത് കൊണ്ട് ഇവിടെ ആരോ മറ്റേ പയ്യനുണ്ടായിരുന്നില്ല, അവൻ ആരാന്നറിയാത്തോണ്ട് അവൻ വാതിൽ തുറന്നില്ല. അതുകൊണ്ട് താഴെ കൊണ്ടുവന്ന് എന്റെ കയ്യില് ഒരു ലെറ്റർ തന്നിട്ടുണ്ട്, രജിസ്റ്റർഡ് ലെറ്ററാണ്, ഞാൻ ഒപ്പിട്ട് മേടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. കുഴപ്പമുണ്ടോ? ഞാൻ പറയാം കുഴപ്പമില്ല. ഞാൻ ആ ലെറ്റർ വാങ്ങി അകത്ത് കയറി ഞാനത് പൊട്ടിച്ചു. അത് പൊട്ടിച്ചപ്പോൾ അതിൻ്റെ അകത്ത് KEM ഫണ്ടിൽ നിന്ന് അയച്ച 4000 രൂപയുടെ ഒരു DD ആയിരുന്നു. ആ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ അടക്കേണ്ട കറക്റ്റ് 4000 രൂപയായിരുന്നു. ആ കറക്റ്റ് തുകയ്ക്കുള്ള DD KEM ഫണ്ടിന്റെ ഒരു DD ആയിട്ട് അന്ന് ആ 12:30 1 മണിക്കുള്ളിൽ ഞങ്ങളുടെ കയ്യിൽ കിട്ടാനിടയായി. ഞാന് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ സംശയിച്ചല്ലോ, ഞാൻ നിന്റെ വേല അവസാനിപ്പിക്കുമെന്ന് നിന്നോട് പറഞ്ഞല്ലോ, ഞാൻ എത്ര വലിയ പാപിയാണ്, എത്ര വലിയ തെറ്റാണ് ചെയ്തത്. ഞാൻ ഭാര്യയോട് പറഞ്ഞു, നമ്മുടെ കർത്താവ് ജീവിക്കുന്നു, ഇനി നമുക്ക് ഭയപ്പെടുവാനായിട്ടൊന്നുമില്ല, നമ്മുടെ കർത്താവ് നമ്മളെ ഇവിടെ നിലനിർത്തും എന്ന് പറയുവാനായിട്ടിടയായി. ഞാൻ ആ ഭാര്യയോട് പറഞ്ഞു, നീ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഞാൻ സ്കൂളിൽ കൊണ്ട് ഇത് കൊടുത്തിട്ട് വരാം. ഞാൻ നേരെ തന്നെ ആ DDയുമായിട്ട് സ്കൂളിൽ ചെന്നിട്ട് പറഞ്ഞു, പൈസ ഞാൻ ഇന്ന് തന്നെ അടക്കാം എന്ന് പറഞ്ഞു. അവിടെ നിന്ന് പൈസ അടക്കേണ്ട ബാങ്കിന്റെ ഡീറ്റെയിൽസ് വാങ്ങി ബാങ്കിൽ ചെന്ന് ആ DD അങ്ങനെ തന്നെ മാറി അത് ആ സ്കൂളിന്റെ അക്കൗണ്ടിലേക്ക് നിറച്ച് അഡ്മിഷന്റെ കാര്യം ഓക്കെ ആക്കി. ദൈവം അങ്ങനെ അത്ഭുതകരമായിട്ട് അന്ന് തന്നെ ആ വൈകുന്നതിന് മുമ്പ് തന്നെ ദൈവം ഞങ്ങൾക്ക് ഉത്തരം തന്നു. എന്റെ ജീവിതത്തില് ഞാനിപ്പോ പലപ്പോഴും ധൈര്യത്തോടെ ഞാനിവിടെ ഗ്രാമങ്ങളിലും ഇവിടെ ഡമനിലെ സഭയിലുള്ള വിശ്വാസികളും ഞാൻ നെഞ്ചത്തടിച്ച് പലപ്പോഴും ഞാൻ പറയാറുണ്ട്, കഴിഞ്ഞ കർത്താവ് ഞങ്ങളെ നടത്തിയ വിധങ്ങൾ ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ കർത്താവിനെ കുറിച്ച് ഇനി ഒരു സാക്ഷ്യം ആവശ്യമില്ലാതെ വണ്ണം എനിക്ക് നല്ല ധൈര്യമായിട്ട് പറയാനായിട്ട് കഴിയും, എന്റെ കർത്താവ് ജീവിക്കുന്നുവെന്ന്. ഞാൻ അത് രുചിച്ചറിഞ്ഞതാണ്, അനുഭവിച്ചറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് എനിക്ക് പറയാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ഇത്രയും വർഷം എന്റെ കുഞ്ഞുങ്ങള് അന്ന് ചെറിയ ക്ലാസ്സിലായിരുന്നു. നേഴ്സറി, മൂത്ത മോള് അവള് ഇളയ മോള് നേഴ്സറിയില് അവള് LKGയിലും മൂത്തവള് UKGയിലുമായിരുന്നു. പക്ഷേ അതിനുശേഷം ഇത്രയും വർഷത്തിനുള്ളിൽ ഇന്ന് എന്റെ മൂത്ത മോള് അവളെ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞ് അവളുടെ വിവാഹം കഴിഞ്ഞ ഒരു കുടുംബമായിട്ട് ഇപ്പൊ ബാംഗ്ലൂരായിരിക്കുന്നു. ഇളയ മോള് ഇപ്പോഴേ അവള് BCom ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഈ ഇത്രയും വർഷത്തിനുള്ളിൽ ഇന്ന് വരെ അന്ന് ഞങ്ങൾ കരഞ്ഞു പ്രാർത്ഥിച്ചതല്ലാതെ ഇന്ന് ഈ നിമിഷം വരെ പിന്നെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. കാരണം ഓരോ വർഷവും ഓരോ സമയവും ഫീസ് അടക്കുന്നതിന്റെ കറക്റ്റ് ഒരു ദിവസം മുമ്പെങ്കിലും അതിനുള്ള തുക ദൈവം ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് എത്തിപ്പാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഈ നീണ്ട വർഷങ്ങൾ അത്ഭുതകരമായിട്ട് അന്ന് ഞങ്ങൾ എത്രമാത്രം തകർന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു, അതിന്റെ ഉത്തരം ഇന്ന് ഈ നിമിഷം വരെയും അത് ദൈവം ഞങ്ങൾക്ക്, ആ ദൈവം വിശ്വസ്തനാണ്, നിന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന നിലയിൽ ദൈവം ആ കാര്യം ഇന്ന് വരെയും നടത്തുന്നത് അനുഭവിച്ചറിയുവാനായിട്ട് ഞങ്ങൾക്ക് ഇടയാക്കി തീർത്തു. അതുപോലെ തന്നെ ഇവിടെ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന സമയത്ത് പല അനുഭവങ്ങളുണ്ട് പങ്കുവെക്കുവാനായിട്ട്. എന്നാൽ ഞാൻ ഇവിടെ 2010 ഒരനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായി. 2010 ഞാൻ ഇവിടെ നിന്ന് 18 കിലോമീറ്റർ അകലെ ഒരു സ്ഥലത്ത് ഒരു ബൈബിൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ആ ബൈബിൾ ക്ലാസ്സിനായിട്ട് പുതിയൊരു പ്രവർത്തനമായിരുന്നു. അവിടെ ബൈബിൾ ക്ലാസ് തുടങ്ങിയിട്ട് അധിക സമയമായില്ല, ചില ആഴ്ചകളും മാസം 1-2 മാസം മാത്രമേ ആയിട്ടുള്ളായിരുന്നു. അവിടെ ഒരു ബൈബിൾ ക്ലാസ്സിനായിട്ട് 2010 ഡിസംബർ 24-ാം തീയതി ക്രിസ്മസിന്റെ തലേ ദിവസം അവിടെ ഒരു ബൈബിൾ ക്ലാസ്സിനായിട്ട്, നല്ല തണുപ്പുള്ള സമയമാണ്, അപ്പൊ തണുപ്പുള്ളത് കൊണ്ട് നല്ല ജാക്കറ്റൊക്കെ ഇട്ട് ഞാൻ 2 വീലറിന് വൈകിട്ട് വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് ഭാര്യയുടെ കുഞ്ഞുങ്ങളോട് ബൈബിൾ ക്ലാസ്സിന് പോയി. അവിടെ ബൈബിൾ ക്ലാസ്സിന് പോയാൽ തിരിച്ചു വരുമ്പോൾ 10-11 മണിയാവും. ബൈബിൾ ക്ലാസ്സിന് പോകാനായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഇറങ്ങി ബൈക്കെടുത്ത് ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വഴിയിൽ വെച്ച് ഒരു കാറ് എൻ്റെ എതിരെ വരികയും ആ കാറ് എൻ്റെ നേരെ ദൂരെ നിന്ന്, വേറെ മറ്റു വണ്ടികളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ സൈഡ് ഒതുക്കി, ഞാൻ ആ സൈഡിൽ കൂടി എനിക്ക് പോകാനുള്ള വഴി ധാരാളമുണ്ട്, ഞാൻ ആ സൈഡിലൂടെ പോവുക. പക്ഷെ ആ കാറ് ദൂരെ നിന്ന് എൻ്റെ നേരെ തന്നെ പാഞ്ഞു വരുന്നതുകൊണ്ട് ഞാൻ വണ്ടി നിർത്തി. ഞാൻ ഒരു കാല് കുത്തി ബൈക്ക് അവിടെ സൈഡ് ഒതുക്കി ഞാൻ നിർത്തി. എന്നാൽ
ഞാൻ നിർത്തി, ആ കാറ് പോട്ടെ എന്ന് കരുതി ഞാൻ അവിടെ തന്നെ നിന്ന സമയത്ത് കാറ് നേരെ കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ട് വെട്ടിച്ചു മാറ്റിയിട്ട് അതിന്റെ സൈഡ് കൊണ്ടുവന്ന് എന്റെ ഹാൻഡിലിട്ട് ഇടിച്ച് ഞാൻ അങ്ങോട്ട് വീണു കഴിഞ്ഞ ഉടനെ കാറിൽ നിന്ന് ചിലര് ചാടി ഇറങ്ങി നേരെ എന്റെ അടുക്കൽ വന്നിട്ട് ഒരാള് ജാക്കി ലിവറുമായിട്ടാണ് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്റെ വണ്ടി അടിച്ചു പൊട്ടിക്കാനൊക്കെ ആരംഭിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചത് കാര്യം എന്താന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ആ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നവൻ ഇറങ്ങി വന്നിട്ട് എന്റെ കുത്തിന് പിടിച്ച് എന്നെ വലിച്ച് കാറിന്റെ പിന്നിലെ ഡോർ തുറന്ന് അങ്ങോട്ട് കിട്ടു. എന്നിട്ട് മറ്റവരോട് പറഞ്ഞ എളുപ്പം കയറാൻ പറഞ്ഞു. അവരും കയറി കാറ് അവിടെ നിന്ന് വേഗത്തിൽ എടുത്തോണ്ട് പോയി. കാറ് പോകുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് എന്റെ കയ്യിൽ അന്ന് മൊബൈലുണ്ട്. ആ മൊബൈൽ ഞാൻ എടുത്ത് ഞാനിങ്ങനെ ആരെങ്കിലും സഹോദരന്മാരെ വിളിക്കാൻ എന്താ സംഭവം എന്നറിയത്തില്ല എന്ന് കരുതി ഞാനൊരു സഹോദരന്റെ നമ്പർ ഡയൽ ചെയ്യുകയും അവര് എന്റെ മൂക്കിന് ഇടിച്ചിട്ട് എന്റെ മൊബൈല് വാങ്ങി അതിന്റെ അകത്തുനിന്ന് സിം ഊരി ദൂരേക്ക് എറിഞ്ഞു കളഞ്ഞു. എന്നിട്ട് നീ പാസ്റ്റ് അല്ലേ, നീ മതം മാറ്റുന്നവൻ, നീ എത്ര പേരെ മതം മാറ്റി, നീ മതം മാറ്റുന്നവനാണോ, നീ കേരളത്തിൽ നിന്ന് ഇവിടെ വന്ന് ഈ പ്രവൃത്തി ചെയ്യേണ്ട കാര്യം എന്താണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്നോട് ഷൗട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. എനിക്കൊന്നും പറയാനായിട്ട് കഴിയുന്നില്ല, ഒന്നും പറയാനായിട്ട് സമ്മതിക്കുന്നില്ല. ഞാൻ വാ തുറക്കാൻ എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോഴേക്കും മുഖത്ത് ഇടി വീഴാൻ തുടങ്ങി. എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇവര് കാറ് നേരെ ഓടിച്ച് കൊണ്ടുപോകുന്നു. പല സ്ഥലങ്ങളും എനിക്കറിയാവുന്ന പല സ്ഥലം. അപ്പൊ ഞാൻ അവിടെ വരുമ്പോൾ ഒച്ചയിടാം, പക്ഷെ ഗ്ലാസ്സെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. എന്റെ വാ തുറക്കാൻ ഇവര് സമ്മതിക്കുന്നില്ല. ഒരു ബലമായിട്ട് എന്നെ പിടിച്ചിരിക്കുക. അവര് 3 പേരാണ് ഉണ്ടായിരുന്നത്. അപ്പൊ എന്നെ ഒരു കാട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ നല്ല കാടാണ്. ആ കാട്ടിൽ കൊണ്ടുപോയിട്ട് എന്നെ വലിച്ച് വെളിയിലിട്ടിട്ട് അവര് എന്നെ ഇടിക്കാനായിട്ട് തുടങ്ങി. ഞാൻ എഴുന്നേറ്റ് നിന്ന് നടക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും അവര് മൂക്കിനാണ് ഇടി, മുഖത്തട്ടാണ് ഇടി മുഴുവൻ വരുന്നത്. എന്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നൊക്കെ ബ്ലഡ് പുറത്തേക്ക് ഇങ്ങനെ ചാടുമ്പോൾ അവർക്ക് സന്തോഷമാണ്. അപ്പൊ അവര് വീണ്ടും ഇടിക്കുക എന്റെ മൂക്കിന് തന്നെ. പല പ്രാവശ്യം എന്റെ മൂക്കിന് ഇടി കിട്ടി. അപ്പോ കണ്ണീ കൂടെ പൊന്നീച്ച പറക്കുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ എന്റെ കണ്ണീ കൂടി എന്തൊക്കെയോ വെട്ടിത്തിളങ്ങുന്ന പോലെ എനിക്ക് ഇങ്ങനെ കാണാം. എന്താണ് സംഭവം, ഞാൻ എന്തിനാ നിങ്ങൾ എന്നെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ അപ്പൊ ഓരോ ചോദ്യത്തിനും ഓരോ ഇടിയാണ് എന്റെ മുഖത്ത് കിട്ടുന്നത്. അത് കഴിഞ്ഞപ്പോ ഞാൻ താഴെ വീണു. പല പ്രാവശ്യമായപ്പോ എന്റെ തല കറങ്ങി, ഞാൻ താഴെ വീണു കഴിഞ്ഞപ്പോ ബൂട്ടിട്ട ഒരുത്തൻ എന്റെ കവളത്ത് എന്റെ ചെവിയുടെ അവിടെയായിട്ട് ആഞ്ഞു ചവിട്ടി. അതിനുശേഷം ഞാൻ പിന്നെയും അവിടെ നിന്ന് വെച്ച് എഴുന്നേക്കടാ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പിന്നെയും വെച്ച് എഴുന്നേറ്റപ്പോ ചവിട്ടി. അവിടെ ഒരു വലിയ കൊക്കയുണ്ട്. കൊക്കയെന്ന് പറഞ്ഞാൽ വലിയ ഈ പാറ വെട്ടിയ വലിയൊരു കുളം പോലെ വെള്ളം നിറഞ്ഞു കിടക്കുക. അതിലേക്ക് എന്നെ ചവിട്ടിയിട്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് വീണ്ടും കയറി കരയിലേക്ക് വന്നപ്പോ അവര് വീണ്ടും എന്നെ ചവിട്ടിയിട്ടു. അവര് 2-3 പ്രാവശ്യം എന്നെ ആ ഭാഗത്തേക്ക് ചവിട്ടിയിട്ടു. വീണ്ടും ഞാൻ അവിടെ നിന്ന് ഞാൻ വരാതെ 3-ാമത്തെ പ്രാവശ്യം ഞാൻ കരുതി കയറി വന്നാൽ ഇവര് വീണ്ടും അടിക്കും, അതുകൊണ്ട് അവിടെ തന്നെ കിടക്കാം എന്നിരുന്ന് ഞാൻ അവിടെ തന്നെ അരികോട് ചേർന്ന് ഒരു വള്ളിയിൽ പിടിച്ചിങ്ങനെ കിടന്നപ്പോ കയറി വാടാന്ന് പറഞ്ഞിട്ട് അവര് ബഹളമായി. അപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും അവിടെ നിന്ന് കയറി കരയിലേക്ക് വന്നപ്പോ അവര് എന്റെ വാച്ചൊക്കെ എല്ലാം എടുത്തു, എന്റെ പോക്കറ്റിലുണ്ടായിരുന്ന പേഴ്സൊക്കെ എടുത്തു, മൊബൈൽ അവരെടുത്തു, എല്ലാം എടുത്തു. അപ്പൊ എന്റെ കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗ് സൈഡിൽ കിടപ്പുണ്ട്. അതിനിടയിൽ ആദ്യം ഇടിച്ചവര് അവരെല്ലാം മതിയായി. എന്റെ മുഖമൊക്കെ നീര് വന്നങ്ങ് വീർത്ത് വല്ലാത്തൊരവസ്ഥയിലായി. ഞാൻ ആ സമയത്ത് എന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന എന്റെ ഭാര്യയും എന്റെ മക്കളുടെയും ചിത്രമാണ് എന്റെ മനസ്സിൽ. ഞാൻ മരിച്ചു എന്ന് ഞാൻ ഉറപ്പിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവേ, ഇന്ന് ഇവരെന്നെ കൊല്ലും, അത് ഉറപ്പാ. കാരണം ആ നിലയിലാണ് അവരുടെ സ്വഭാവം, അവരുടെ പ്രവൃത്തി. അതുകൊണ്ട് കർത്താവെ, ഞാൻ നിന്റെ അടുക്കലേക്കാണല്ലോ വരുന്നത്. ഞാൻ മരിച്ചാൽ നിന്റെ മുഖം ഞാൻ കാണും. ഞാൻ നിന്റെ അടുക്കലേക്കാ വരുന്ന, ആ കാര്യം എനിക്ക് ഉറപ്പുണ്ട്. എന്നാൽ എന്റെ ഭാര്യ, അവൾ ചെറുപ്പത്തിലെ തന്നെ അവളുടെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു. അവൾക്ക് ഇന്ന് ആശ്രയമായിട്ടുള്ളത് ഞാനാണല്ലോ. ഞാൻ പോയാൽ അവൾ എന്ത് ചെയ്യും? എന്റെ കുഞ്ഞുങ്ങളും അവളെ പോലെ അനാഥരാകുമോ എന്നുള്ള ചിന്ത എന്റെ മനസ്സിൽ വന്നു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ്, കഴിയുമെങ്കിൽ എന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അല്ല, നിന്റെ ഇഷ്ടം എന്താണെന്ന് നിനക്കറിയാം. നീ അറിയാതെ ഒന്നും സംഭവിക്കുകയില്ലല്ലോ. നിന്റെ ഇഷ്ടം ഞാൻ നിന്റെ സന്നിധിയിലേക്ക് വരണം എന്നാണെങ്കിൽ എന്റെ ഭാര്യയും മക്കളെ നീ പോറ്റും എന്ന് എനിക്കറിയാം. അവരെ നീ കരുതും എന്ന് എനിക്കറിയാം. അവിടെ നിന്റെ ഹിതം എന്തോ അതെന്തായാലും നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കർത്താവിനെ ഉള്ളിൽ സ്തുതിക്കാനായിട്ട് തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോ ഇതിന്റെ നേതാവ് ഫോൺ എടുത്ത് ചില കൂട്ടുകാരെ വിളിച്ചു. വാന്നും പറഞ്ഞ് ചിലരെയൊക്കെ ഫോൺ ചെയ്ത് വിളിക്കുന്ന കണ്ടു മാറി നിന്ന്. അപ്പോഴത്തേക്കും കുറെ പേര് കൂടി വന്നു.
ഓരോരുത്തർ ബൈക്കിനാ വന്നു. എല്ലാവരും ബൈക്ക് ദൂരെ വെച്ചിട്ട് വന്നു. ആദ്യം വന്ന് 2-3 പേര് അവരും എന്നെ തല്ലി. അത് കഴിഞ്ഞ് വേറൊരുത്തൻ വീണ്ടും വന്നു, ബൈക്കിന് വന്നിട്ട് അവൻ വന്ന് എന്നെ നോക്കി. ടോർച്ചിന്റെ ഈ മൊബൈലിന്റെ ടോർച്ച് തെളിച്ച് അതിന്റെ ലൈറ്റ് വെളിച്ചത്താ എന്നെ നോക്കുന്നത്. കാരണം ആ കാട്ടിൽ കൂറ്റാക്കൂറ്റ ഇരുട്ടാ, നിലാ വെളിച്ചമല്ലാതെ മറ്റൊന്നുമില്ല. ആ ഒരു ടോർച്ചിന്റെ വെളിച്ചത്തിൽ എന്നെ ഇവൻ നോക്കിയപ്പോ അദ്ദേഹത്തിന് എന്നെ പരിചയം തോന്നി. അപ്പൊ അദ്ദേഹം ഉടനെ പറഞ്ഞു, അയ്യോ ഇദ്ദേഹത്തെ എനിക്ക് നല്ല പരിചയം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോ ഈ മറ്റു വന്നവരെല്ലാം നേതാവുമായിട്ട് അപ്പുറത്ത് മാറി നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഇദ്ദേഹം എൻ്റെ അടുക്കെ വന്നിട്ട് ചോദിച്ചു, സാറിന്റെ പേരെന്താന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പേര് പറഞ്ഞു. സാർ ഇവിടെ മഷാൽ ചോക്കിലാണോ താമസിക്കുന്നത്, ഇന്ന സ്ഥലത്താണോ? ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. സാറിന് 2 പെൺമക്കളല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് എന്നെ മനസ്സിലായി. എനിക്ക് അദ്ദേഹത്തെ അറിയത്തില്ല, ഞാൻ കണ്ടതായിട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അദ്ദേഹത്തിന് എന്നെ മനസ്സിലായി. അദ്ദേഹം ആ ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങില് എന്തോ ആവശ്യത്തിന് പലപ്പോഴും വന്നിട്ടുള്ളത് കൊണ്ട് എന്നെ കണ്ടിട്ടുണ്ട്, എന്നെ അറിയാം, അവിടെ ഇങ്ങനെ പ്രാർത്ഥന ഉണ്ടെന്നൊക്കെ അറിയാം. അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറ് അവര് ഭയങ്കര ദേഷ്യത്തിലാണ്, പക്ഷെ സാറ് പേടിക്കണ്ട, ഞാൻ സാറിനെ എങ്ങനെയെങ്കിലും ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച് വീട്ടിലെത്തിക്കാം, ഇനി അവര് ഉപദ്രവിക്കാതെ വേണം, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പൊ ഇദ്ദേഹം എന്നോട് സംസാരിക്കുന്നതുകൊണ്ട് ഇവരെ നേതാവ് ഓടി വന്നു. എന്തുവാടാ പറയുന്നതെന്ന് ചോദിച്ചിട്ട് അവർ ഓടി വന്നപ്പോ ഒന്നുമില്ല, എനിക്ക് ഇവരെ അറിയാം, ഇനി ഒന്നും ചെയ്യരുത്, അവര് 2 പെൺമക്കളാണുള്ളത്, എനിക്ക് അവരറിയാം എന്ന് പറഞ്ഞ് അദ്ദേഹം അവരെ പിടിച്ചു മാറ്റിയപ്പോ ഒരാൾ പറഞ്ഞു, ഇവന്റെ ബാഗിന്റെ അകത്ത് എന്നാ ഉള്ളത് എന്ന് പറഞ്ഞ് ബാഗ് എടുത്ത് ഒരാൾ ചെന്ന് ബാഗ് പരിധാനായിട്ട് ബാഗ് തുറന്ന് അതിന്റെ അകത്ത് കൈയിട്ടപ്പോ അതിന്റെ അകത്ത് ബൈബിളാണുള്ളത്. അപ്പൊ ബൈബിള് വെളിയിലേക്ക് എടുത്തപ്പോ തന്നെ എടുത്തേച്ചു. അവൻ പറഞ്ഞു, അയ്യോ ഇത് ബൈബിൾ ആണല്ലോ എന്ന് പറഞ്ഞ് അവൻ പേടിച്ച് പെട്ടെന്ന് ബാഗിന്റെ പുറത്തേക്ക് ബൈബിൾ വെച്ചു. അവൻ പറഞ്ഞു, അയ്യോ ഇത് ബൈബിളാണ്, ഇനി ഞാനില്ല എന്ന് പറഞ്ഞ് ആ ബൈബിൾ എടുത്ത പുള്ളി പെട്ടെന്ന് ഞാൻ പോവാന്ന് പറഞ്ഞ് അവിടെ സ്ഥലം വിട്ടു ബൈബിളോട് വെച്ചിട്ട്. അപ്പോ മറ്റുള്ളവർക്ക് ഒരു ഭയം പോലെ വന്നു. പറഞ്ഞു, ഇല്ല ഇത് ചെറിയ കാര്യമല്ല കേട്ടോ, ഇത് വലിയ സംഭവമാവും എന്ന് പറഞ്ഞുകൊണ്ട് ചിലര് ഇതിന്റെ നേതാവിനോട് പറഞ്ഞു. അതോടുകൂടി അവരുടെ മനസ്സ് മാറി. പിന്നീട് അവര് മാറി നിന്ന് കുറെ നേരം അവർ തമ്മിൽ സംസാരിച്ചു. എല്ലാരും കൂടി വട്ടത്തിൽ കൂടി നിന്ന് സംസാരിച്ചതിന് ശേഷം അവര് വണ്ടി എല്ലാം നേതാവ് അവിടെ നിന്ന്, നേതാവ് ഒരാൾ മാത്രം അവിടെ നിന്നിട്ട് ബാക്കിയുള്ളവര് അവര് കൊണ്ടുവന്ന കാറും ബൈക്കും എല്ലാം കൊണ്ടുപോയി. കാരണം അതൊന്നും നമ്പർ ഞാൻ നോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി അതെല്ലാം അവരവിടെ നിന്ന് മാറ്റിയതിന് ശേഷം ഒരാൾ കുറച്ച് കഴിഞ്ഞപ്പോൾ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരാള് ഒരു നമ്പർ ഇല്ലാത്ത ബൈക്കുമായിട്ട് വന്നിട്ട് ആ ബൈക്കില് ഈ നേതാവ് കയറിയിരുന്നു. ആ ബൈക്കുമായിട്ട് വന്നവൻ അവന്റെ പുറകെ വേറൊരാൾ ബൈക്കുമായിട്ട് വന്നായിരുന്നു. ആ ബൈക്കിന് അവർ സ്ഥലം വിട്ടു. അത് കഴിഞ്ഞിട്ട് നേതാവ് ഈ ബൈക്കിൽ എന്നോട് പറഞ്ഞു, നീ മഫ്ലർ കൊണ്ട് മുഖമെല്ലാം മൂടാൻ പറഞ്ഞു. എന്നിട്ട് ജാക്കറ്റൊക്കെ രണ്ടാമത് എടുത്തിട്ടു. അപ്പൊ ഇതിനിടയിൽ ഇവര് കത്തി ഉണ്ടായിരുന്നു ഈ നേതാവിന്റെ കയ്യിൽ. ആ കത്തി വെച്ച് എന്നെ 2-3 പ്രാവശ്യം കുത്തി. എന്റെ തലയിലെ ചെവിയുടെ ഭാഗത്ത് 3 കുത്തേറ്റായിരുന്നു. അതുപോലെ എന്റെ കയ്യില് 4-5 കുത്തോളം എന്റെ കയ്യില് കൊള്ളുവാനായിട്ട് ഞാൻ കൈവച്ച് തടഞ്ഞു. എന്റെ മുഖത്തിന് നേരെയാണ് അവർ പല പ്രാവശ്യം കുത്തിയത്. അപ്പോ ഞാൻ വീണ് കുത്തിയപ്പോ ഞാൻ കൈവച്ച് തടഞ്ഞു. എന്റെ കയ്യിലെ തണുപ്പിനിടുന്ന ഗ്ലൗസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കൈവച്ച് തടഞ്ഞപ്പോ ഈ കുത്തു കൂടുതലും കൊണ്ടത് എന്റെ കൈ വെള്ളയിലും കൈയുടെ തണ്ടയിലുമാണ്. അപ്പോൾ അദ്ദേഹം എന്റെ മുഖത്തെ അമർത്തി പിടിച്ചിട്ട് എന്റെ തലക്കെട്ട് 2-3 പ്രാവശ്യം കുത്തിയെങ്കിലും ഞാൻ പെട്ടെന്ന് കുതറിയപ്പോ എന്റെ ചെവിയുടെ മുകളിലായിട്ട് തലയ്ക്ക് 3 കുത്തേറ്റു. അങ്ങനെ ഞാൻ ആകെ അവസ്ഥയിൽ അവിടെ കിടക്കുകയാണ്. അത് കഴിഞ്ഞ് ഇവരെന്നെ അവിടെ നിന്ന് പിടിച്ചെഴുന്നേപ്പിച്ച് ഇവരെന്നെ മഫ്ലറൊക്കെ പുതപ്പിച്ച് ആ ബൈക്കിൽ ഇരുത്തി. അതിന് മുമ്പിൽ ആ നേതാവ്, അവരെ ഗുണ്ടാ നേതാവ് ബൈക്കിന് മുമ്പിൽ ബൈക്ക് ഓടിക്കാനായിട്ടോ അദ്ദേഹത്തിന് പുറയിൽ എന്നെ ഇരുത്തി. അതിന്റെ പുറയിൽ ഒരാൾ ഇരുന്ന് എന്നെ താങ്ങി പിടിച്ചുകൊണ്ട് എന്റെ വീടിന്റെ, ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിന്റെ അടുത്തൊരു ഇരുട്ടുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു, ഇറങ്ങി വീട്ടിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. ആരോടും ഒരക്ഷരം മിണ്ടരുത്, മിണ്ടിയ കൊന്നുകളയും എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് വണ്ടി എടുത്ത് വിട്ട് പോയിക്കളഞ്ഞു. എന്നാൽ എന്റെ കയ്യില് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. എനിക്കറിയാം എന്റെ മുഖത്തെല്ലാം ഞാൻ രക്തത്തിൽ കുളിച്ചിരിക്കുകയാണ്, എന്റെ മുഖത്ത് എല്ലാം നീരാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ അവസ്ഥയിൽ ഞാൻ വീട്ടിലേക്ക് ചെന്നാല് അറിയും മക്കളും ഞാൻ ബൈബിൾ ക്ലാസ്സിൽ പോയെന്ന് പറഞ്ഞ് അവരെന്നെ പ്രാർത്ഥിച്ച് ഞാൻ പോയതാണ്. അവർക്കൊന്നും അറിയത്തില്ല. അവരെന്നെ ഈ അവസ്ഥയിൽ കണ്ടാൽ എന്താവും എന്നുള്ള ചിന്തയിൽ ഞാൻ ഇരുട്ടത്ത് അല്പസമയം അവിടെ ഇരുന്നു. അതിനുശേഷം ഞാൻ ചിന്തിച്ചു, ഇവിടെ എത്ര നേരം ഇരിക്കും, രാത്രി 10 മണി കഴിഞ്ഞു, പിന്നെയും രാത്രി ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഫോൺ ചെയ്യാനായിട്ട് ഫോണെല്ലാം സിമ്മും എല്ലാം എടുത്ത് അവർ കളഞ്ഞു. പിന്നെ എന്ത് ചെയ്യും? ഞാൻ ആ വീടിന്റെ അടുത്തുള്ള STD ബൂത്തിൽ അവിടെ 1-2 പേരുണ്ട്. ഞാൻ പതുക്കെ അവിടെ തിരക്ക് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ ഈ മഫ്ലറൊക്കെ മുതച്ചുകൊണ്ട് തന്നെ പതുക്കെ STD ബൂത്തിന്റെ അങ്ങോട്ട് ചെന്ന് ആരെങ്കിലും സഹോദരന്മാരെ ഫോൺ ചെയ്യാം എന്നുള്ള ചിന്തയില്
ആ ഫോണിന്റെ അവിടെ STD ബൂത്തിന്റെ അവിടെ ചെന്ന് ഞാൻ ലൈറ്റും വട്ടത്തേക്ക് ചെന്നപ്പോ അവിടെ STD ബൂത്തിൽ ഉണ്ടായിരുന്നവരെല്ലാം എന്നെ കണ്ട് പേടിച്ചു, അയ്യോ എന്ന് പറഞ്ഞിട്ട് അവർ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ പരുവം അത്ര പന്തിയല്ല. എന്നെ കണ്ട് അവർ ആകെ പേടിച്ചു പോയി. കാരണം അതിന്റെ മുഖാവസ്ഥ അങ്ങനെയായിരുന്നു. പക്ഷെ എനിക്കറിയത്തില്ല എന്റെ മുഖം അത്ര ഭയങ്കരമായിരിക്കുന്ന അവസ്ഥയിലാണെന്നുള്ളത്. അങ്ങനെ തന്നെ ഞാൻ പിന്നെ STD ബൂത്തിൽ നിന്നില്ല. ഞാൻ പെട്ടെന്ന് പുറകോട്ട് മാറിയിട്ട് ഞാൻ ഓർത്തു വീട്ടിലേക്ക് തന്നെ പോകാം. തിരിച്ച് ഞാൻ വീട്ടിലേക്ക് ചെന്നു. അതൊക്കെ വീട്ടിൽ ചെന്ന് വാതില് മുട്ടി. എന്റെ ഭാര്യ വാതില് തുറക്കി അയ്യോ എന്ന് പറഞ്ഞ് അവള് വലിയ വായല കരയാനായിട്ട് തുടങ്ങി. എന്നാ പറ്റി, ആക്സിഡന്റ് ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. കുഞ്ഞുങ്ങളും വലിയ വായല കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു മിണ്ടല്ലേ എന്ന് പറഞ്ഞു. വീടിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ളതായിരിക്കുന്ന ബംഗാളി ഒരു ഫാമിലിയാണ്. അവരെ വിളിച്ചു. അവര് പെട്ടെന്ന് വന്ന് അവരും കണ്ട് അവരും ഭയപ്പെട്ടു. അപ്പൊ അവരുടെ വീട്ടിൽ നിന്ന് അവര് പെട്ടെന്ന് മൊബൈൽ എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് സഭയിലെ ചില സഹോദരന്മാരെ ഫോൺ ചെയ്തു. സഹോദരന്മാർ വന്ന് അവരെന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ഇടയായി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 3 മാസം എന്റെ മൂക്കിന്റെ പാട്ടിയും അതുപോലെ കീഴ്ത്താടി എല്ലും പൊട്ടുവാനായിട്ട് ഇടയായി. അത് നിമിത്തം എനിക്ക് വാ തുറക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. ഡോക്ടർ പറഞ്ഞു 3 മാസം വായുടെ താടിയെല്ല് പൊട്ടിയത് കൊണ്ട് പ്ലാസ്റ്റർ ഇടാൻ പറ്റത്തില്ല മുഖത്തായതുകൊണ്ട്. അതുകൊണ്ട് 3 മാസത്തോളം ലിക്വിഡ് ആയിട്ടുള്ള ഭക്ഷണം മാത്രം കഴിക്കുക, ചവയ്ക്കയോ വർത്താനം പറയുകയോ ഒന്നും ചെയ്യരുത്, പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നത് പോലെ റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 3 മാസത്തോളം ആ നിലയിൽ ഭവനത്തിൽ കഴിയുവാനായിട്ട് ദൈവമിടയാക്കി. എങ്കിലും ദൈവം അത്ഭുതകരമായിട്ട് അതിൽ നിന്ന് ദൈവം വിടുവിക്കുവാനായിട്ടും സൗഖ്യം തരുവാനായിട്ടും ദൈവം ഇടയാക്കി. തുടർന്ന് ഈ സമയത്ത് തന്നെ 1-2 ഇവിടെയുള്ള മലയാളികളെല്ലാം, മലയാളി അസോസിയേഷൻകാരും മലയാളികളെല്ലാം ആ സമയത്ത് വന്നിട്ട് ഒരുപാട് എന്നോട് പറഞ്ഞു, നിങ്ങൾ ആരായാലും അവനെ വിടരുത്, അവിടെ നിങ്ങളൊരു കംപ്ലൈന്റ് എഴുതണം എന്നൊക്കെ പറഞ്ഞ് അവൻ എവിടെയായാലും അവനെ പിടിക്കണം, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട, വ്യാസൊന്നും വേണ്ട, എന്റെ കുഞ്ഞുങ്ങൾ ചെറുതാണ്, അവർക്ക് ഇനിയും സ്കൂളിൽ പോകേണ്ടതാണ്, പഠിക്കേണ്ട, ഞങ്ങൾ ഇവിടെ പുതിയതാണ്, അതുകൊണ്ട് ഒന്നും വേണ്ട, ഒരു കർത്താവിന്റെ നാമത്തിലാണ്, അതുകൊണ്ട് കർത്താവ് എന്നാന്ന് വെച്ചാൽ നോക്കിക്കോളും, നിങ്ങൾ ആ കാര്യത്തിൽ ഇടപെടണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ട് മലയാളി അസോസിയേഷൻകാർക്കും കേരള സമാജത്തിന്റെ പ്രിയപ്പെട്ടവർക്കും ഒക്കെ എന്നോടൊരു പിണക്കമായി. കാരണം അവർ പറഞ്ഞ പോലെ ഞാൻ ചെയ്തില്ല എന്നുള്ള നിലയിൽ. എന്നാൽ ഞങ്ങൾ കേസിനൊന്നും പോയില്ല, ദൈവകരങ്ങൾ ഏൽപ്പിച്ചു. ചില ദിവസങ്ങൾക്ക് ശേഷം ഞാൻ സൗഖ്യമായതിനു ശേഷം ഞാൻ ഗ്രാമത്തിൽ പോകാനായിട്ട് ബൈക്ക് എടുത്ത് ഞാൻ റോട്ടിലേക്ക് വരുമ്പോൾ എന്നെ തല്ലിയ ആ ഗുണ്ടാ നേതാവ് വേറൊരു വ്യക്തിയുമായിട്ട് സംസാരിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ ഇദ്ദേഹം തന്നെയാണോ എന്നൊരു സംശയം തോന്നി. ഞാൻ പെട്ടെന്ന് ബൈക്ക് നിർത്തി ഇങ്ങനെ അദ്ദേഹത്തെ ഇങ്ങനെ നോക്കിയപ്പോൾ എന്നെ കണ്ടുടങ്ങി പുള്ളി ഓടി എൻ്റെ അടുക്കൽ വന്നിട്ട് എന്റെ കൈക്ക് പിടിച്ച് എന്നോട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, ഞാൻ നിങ്ങള് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി മനഃപൂർവ്വം ഇവിടെ വന്ന് നിന്നതാണ്, നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ, ക്ഷമിക്കണം എന്ന് പറഞ്ഞ് എന്നോട് ക്ഷമ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് സാരമില്ല, ഞാൻ അപ്പോഴേ വിട്ടു എന്ന് പറഞ്ഞു. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വേറെ സ്ഥലത്ത് പോയി എന്ന് പറഞ്ഞ് ഞാനപ്പോ തന്നെ ബൈക്ക് എടുത്ത് ഞാൻ മീറ്റിങ്ങിനായിട്ട് ഗ്രാമത്തിലേക്ക് പോയി. അദ്ദേഹം പോയി. പിന്നെ 2 പ്രാവശ്യം പോലീസ് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോകുന്നത്, വേറെ ഏതോ കേസിന് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോകുന്നത് വഴിയിൽ വെച്ച് ഞാൻ കാണാനായിട്ട് ഇടയായി തീർന്നു. ഇപ്പോൾ അദ്ദേഹം ഇവിടെ ഇല്ല, യമനിലില്ല, ഇവിടെ നിന്ന് പോയെന്നാണ് എന്റെ അറിവ്. അപ്പോൾ അങ്ങനെ ദൈവം അത്ഭുതകരമായിട്ട് ആ മരണത്തെ മുഖാമുഖം കണ്ട് ഞാൻ മരിച്ചു എന്ന് പൂർണ്ണമായിട്ടും ഞാൻ കരുതിയ ആ നിമിഷങ്ങള്, പക്ഷെ ദൈവം അത്ഭുതകരമായിട്ട് അവിടെ നിന്ന് വിടുവിക്കുകയും ഭവനത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീർന്നു. ഇതുപോലെയുള്ള പല അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കർത്താവ് ഞങ്ങളെ അതിശയകരമായിട്ട് നടത്തിയ പല അനുഭവങ്ങളുണ്ട്. ഗ്രാമത്തിലെ പ്രവർത്തനങ്ങളോടുള്ള ബന്ധത്തില് ഗ്രാമത്തില് അനേക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ഗ്രാമത്തില് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഗ്രാമക്കാർ മുഴുവൻ ഞങ്ങൾക്കെതിരായി. ഒരു കുടുംബമാണ് അവിടെ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നത്. ആ കുടുംബത്തെ സന്ദർശിക്കുവാനായിട്ട് അവിടെ ഒരു മീറ്റിങ്ങിന് വേണ്ടി ചെന്നു. ഗ്രാമത്തിലുള്ള പ്രിയപ്പെട്ടവരെല്ലാം ഒരുമിച്ച് കൂടി എതിരായിട്ട് എന്നെ ഉപദ്രവിക്കും എന്നുള്ള നിലയിൽ അവരെല്ലാം വരുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ ആ വിശ്വാസത്തിൽ വന്ന ആ കുടുംബം, അവര് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കുടുംബമായിരുന്നു. അവര് എന്നെ പൂർണ്ണമായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ഗ്രാമത്തിലെ ഉള്ളവരോട് എതിർത്ത് നിൽക്കുകയും ഒക്കെ ചെയ്യുവാനായിട്ട് ഇടയായി. അങ്ങനെ ദൈവം അവിടെ നിന്ന് വിടുവിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പലപ്പോഴും ഗ്രാമത്തിൽ ചെല്ലുന്ന ഗ്രാമത്തിലെ ഓരോ ഗ്രാമത്തിലും ഇനി ആ ഗ്രാമത്തിലേക്ക് ചെന്നാൽ ഉപദ്രവിക്കും, കൊന്നുകളയും എന്നുള്ള ഭീഷണി പലപ്പോഴും ഉണ്ടാകുവാനായിട്ട് ഇടയായിട്ടുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം എന്റെ കർത്താവ് അനുവദിക്കാതെ എന്റെ തലയിൽ ഒരു മുടി പോലും നിലത്ത് വീഴുകയില്ല എന്ന ആ ഉറപ്പിൽ കർത്താവ് അനുവദിച്ചു തരുന്നതാണെങ്കിൽ അത് എന്തു തന്നെയായാലും തടയാൻ ആർക്കും സാധിക്കുകയില്ല. ആ ഉറച്ച നിശ്ചയത്തിലാണ് ഓരോ ഗ്രാമത്തിലും പോകാനായിട്ട് ഇടയായി തീർന്നത്. ഞാൻ കഴിഞ്ഞ സാക്ഷ്യത്തിൽ പറഞ്ഞ ഗ്രാമത്തിലെ ആദ്യത്തെ സഭ പറവാട ഗ്രാമത്തിലാണ്.
അവിടെ ഞങ്ങളെ ഗ്രാമത്തിൽ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഗ്രാമത്തിലെ റോഡ് സൈഡിൽ ബൈക്ക് വെച്ചിട്ട് കുറച്ചധികം നടന്ന് വേറൊരു വീട്ടില് ഒരു പാടവരമ്പത്തൂടി നടന്നൊരു വീട്ടിൽ ചെന്നിട്ട് വേണം മീറ്റിംഗ് നടത്താനായിട്ട്. പലപ്പോഴും അവിടെ ഗ്രാമത്തിന്റെ ആ വീട്ടിന്റെ അകത്ത് മീറ്റിംഗ് നടക്കുമ്പോൾ ആ റോട്ടില് ജനം കൂടുകയും എന്റെ വണ്ടി പല പ്രാവശ്യം ടയറൊക്കെ കുത്തിക്കീറുകയും വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുവാനായിട്ട് ഇടയായിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നൊക്കെ ദൈവം അത്ഭുതകരമായിട്ട് എന്നെ വിടുവിച്ച് സുരക്ഷിതമായിട്ട് ഭവനത്തിൽ തിരികെ വരുവാൻ, പലപ്പോഴും ഭവനത്തിൽ വരുമ്പോൾ രാത്രി 10 മണി 11 മണി ചിലപ്പോൾ 12 1 മണിക്കൊക്കെ ഞാൻ ഗ്രാമത്തിൽ നിന്ന് പോന്നിട്ടുണ്ട്. ഇനി അറിയാവുന്ന പല സുവിശേഷകന്മാരും ഗുജറാത്തിലെ പല സുവിശേഷകന്മാരും എന്നോട് പറഞ്ഞു, സൗര ഈ ഗ്രാമത്തിലൊക്കെ 7 മണി കഴിഞ്ഞ് പോകരുത് കേട്ടോ, ആദിവാസി ഗ്രാമങ്ങൾ അവിടെ വെച്ച് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആരൊക്കെ അറിയാൻ പറ്റും, അതുകൊണ്ട് 7 മണി കഴിഞ്ഞാൽ ഇരുട്ടണതിന് മുമ്പ് ഗ്രാമത്തിൽ നിന്ന് പോരണം എന്ന് പലരും എന്നെ പറയുവാനായിട്ടിടയായി. പക്ഷെ ഈ കഴിഞ്ഞ 26 വർഷത്തോളം ഗ്രാമത്തിൽ ഞാൻ പോകുന്നു, ഇതുവരെയും ദൈവം ആ ഗ്രാമത്തിൽ വെച്ച് എനിക്കൊരു ആപത്തും വരുവാൻ ദൈവം ഇതുവരെ ഇടയാക്കിയിട്ടില്ല. പല ഭീഷണികളും ഉണ്ടായിട്ടുണ്ട്. വഴിയിൽ വണ്ടി തടയാത്തൊക്കെ വേണം വഴിയിലെ മരങ്ങൾ വെട്ടിയിട്ടുകയും വണ്ടി ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സമയങ്ങളിൽ ഗ്രാമത്തിലുള്ള സഹോദരന്മാർ അവർക്ക് ഇതിനെക്കുറിച്ച് സൂചന കിട്ടുകയും അവരെന്നോടൊപ്പം ഹൈവേ വരെ എന്നോടൊപ്പം വരികയും ആ ഗ്രാമത്തിലെ റോഡ് കഴിഞ്ഞ് ഹൈവേയിൽ ഞാൻ എന്നെ കൊണ്ടുവന്നാക്കിയിട്ട് അവർ തിരിച്ചു പോവുകയും ചെയ്യുന്ന പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു മീറ്റിംഗ് പോലും അവിടെ മുടക്കുവാനായിട്ട് ഇടയത്തില്ല. എത്ര പെരുമഴയാണെങ്കിലും എത്ര തണുപ്പാണെങ്കിലും ഏത് കാലാവസ്ഥയാണെങ്കിലും ഇന്നും ഗ്രാമത്തിൽ പോകാനായിട്ട് ഗ്രാമങ്ങളിലെ സഭകളിലെ പ്രവർത്തിക്കുവാനായിട്ട് ദൈവം സഹായിക്കും. അതുകൊണ്ട് തന്നെ ഗ്രാമങ്ങളിലുള്ള സഭകളിലുള്ള സഹോദരങ്ങൾക്ക് എന്നോട് ജീവനാണ്. അവരെ എനിക്ക് വേണ്ടി അവരുടെ ജീവൻ തരാൻ പോലും അവർ തയ്യാറാണ്. ഞാൻ പലപ്പോഴും കഴിഞ്ഞ മാസം അവിടെ ഞങ്ങളുടെ പൊതുവായ മീറ്റിങ്ങുകൾ ഞാൻ പറഞ്ഞു, ഒരു സുവിശേഷൻ എന്നുള്ള നിലയിൽ, ഒരു കർത്താവിന്റെ വേലക്കാരൻ എന്നുള്ള നിലയിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് പൗലോസ് പറഞ്ഞു, എന്റെ സന്തോഷവും കിരീടവും നിങ്ങളല്ലയോ. ഒരു സുവിശേഷകരെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ വേലയിൽ എന്റെ സന്തോഷവും എന്റെ പ്രതിഫലവും എനിക്ക് ദൈവം തന്ന എന്റെ ആത്മാക്കളാണ്. അവരാണ് പ്രതിഫലം. ആ പ്രതിഫലം അവര് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചെന്നറിഞ്ഞാൽ ഒരാഴ്ച ഞാൻ ഗ്രാമത്തിൽ ചെന്നില്ലെങ്കിൽ അടുത്ത ദിവസം അവര് അവിടെ നിന്ന് തിരക്കി വരും. അവർ വരുന്ന വെറുകയായിട്ടല്ല വരുന്നത്. പലപ്പോഴും ഞങ്ങളുടെ വീട്ടില് വളരെ ദാരിദ്ര്യം പിടിച്ച അവസ്ഥയിൽ വാടക കൊടുക്കാതിരുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ഗ്രാമത്തിൽ പെട്രോൾ അടിക്കാനായിട്ട്, വണ്ടിക്ക് പെട്രോൾ അടിച്ചു പോകാനായിട്ടുള്ള നിവൃത്തിയില്ലായിരുന്നു ആ സമയങ്ങളിൽ. അപ്പൊ ഞാൻ 2 ആഴ്ച അടുപ്പിച്ച് ഗ്രാമത്തിൽ പോകാൻ പറ്റിയില്ല. കാരണം വാടക കൊടുത്തിട്ടില്ല, കുഞ്ഞുങ്ങളുടെ സ്കൂളിലെ ഫീസ് അടച്ചിട്ടില്ല, ഇത് ആരോടും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് 2 ആഴ്ച ഞാൻ ഗ്രാമത്തിലെ പ്രവർത്തനങ്ങൾക്ക് പോയില്ല. അപ്പൊ എന്താണ് സംഭവം എന്നവർക്ക് അറിയത്തില്ല. കാരണം ആ സമയത്ത് ഫോണൊന്നുമില്ല. ആ സമയത്ത് അവര് ഗ്രാമത്തിൽ നിന്ന് അവിടെ നിന്ന് വരിക, അവർക്ക് വണ്ടിയൊന്നുമില്ല. അവര് അവിടെ നിന്ന് ട്രക്കില് ഹൈവേ കൂടി പോകുന്ന ട്രക്കിന് കൈ കാണിച്ച് ട്രക്കിൽ കയറി അവര് വാപ്പി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹൈവേയിൽ അവിടെ വന്നിറങ്ങി. അവിടെ നിന്ന് അവര് വേറെ വണ്ടിയൊക്കെ പിടിച്ച് എന്നെ തിരക്കി വന്നു. അവര് വരുന്നത് 10-20 കിലോ അരി, അതുപോലെ പച്ചക്കറി, അവരുടെ ഗ്രാമത്തിലെ കൃഷിഫലങ്ങളും ഒക്കെ ആയിട്ടാണ് അവർ വരുന്നത്. അവരുടെ സ്നേഹം പലപ്പോഴും കർത്താവിന്റെ വേല മനസ്സുമടുത്ത് വേല വിട്ടുപോകണമെന്ന് ചിന്തിച്ച സമയങ്ങളിൽ എന്നെ പിടിച്ചു നിർത്തിയത് അവരുടെ സ്നേഹമാണ്. ഞാൻ അങ്ങനെ ഇട്ടിട്ട് പോയാൽ ഇവര് കർത്താവിനെ അറിഞ്ഞ് ഇവര് മുന്നോട്ട് വന്നു, ഇവരെ ആര് മുന്നോട്ട് കൊണ്ടുപോകും, ഇവരെ ആര് വചനം പഠിപ്പിക്കും? ആ ചോദ്യം എന്റെ മുമ്പില് നിൽക്കുവാനായിട്ടിടയായി. ആ ചോദ്യമാണ് എന്നെ പിടിച്ചു നിർത്തുവാനായിട്ടിടയായി തീർന്നത്. അങ്ങനെ അത്ഭുതകരമായ അതിശയകരമായിട്ട് ദൈവം നടത്തി. ഗ്രാമങ്ങളിലെ പലരും ഇന്ന് കർത്താവിനെ അറിയുവാനായിട്ടും അവര് കർത്താവിൽ വളരെ പ്രയോജനകരമായിട്ട് മുന്നോട്ട് പോകാനായിട്ടും ഇടയായിക്കൊണ്ടിരിക്കുന്നു. ഒരു ഗ്രാമത്തില് ഒരു ചെറുപ്പക്കാരൻ, ഞാൻ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നൊരു വിശ്വാസത്തിലേക്ക് വന്നൊരു കുടുംബം. അവരുടെ മാതാപിതാക്കളൊന്നും ഇല്ല. അപ്പോൾ അവിടെ നിന്ന് വിശ്വാസത്തിലേക്ക് വരുവാൻ ഒരു പയ്യൻ അവനെ വിശ്വാസത്തിലേക്ക് വന്നു. അവന് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവന്റെ പഠനം നിർത്തി. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, നീ സ്കൂളിൽ പോയിരുന്നില്ല എന്ന് ചോദിച്ചു. ഞാനവിടെ ചെന്നപ്പോ ഇവനെ കണ്ടപ്പോ ഞാൻ ചോദിച്ചു, നീ സ്കൂളിൽ പോയില്ലേ? അപ്പൊ ഞാൻ സ്കൂളിൽ പോകുന്നില്ല ഇനി. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്താ കാര്യം? അപ്പൊ പറഞ്ഞു, അങ്കളെ ഞാൻ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ആർക്കും എന്നെ ഇഷ്ടമല്ല. ഞാൻ ചോദിച്ചു, അതെന്താ കാരണം? അപ്പൊ അവൻ പറഞ്ഞു, ചെറുപ്പം മുതലേ അവന്റെ 2 ചെവിയിൽ നിന്നും പഴുപ്പ് വരും. അപ്പൊ ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നത് കൊണ്ട് അടുത്ത് കൂട്ടുകാരും ഇരുത്തത്തില്ല. എനിക്ക് കൂട്ടുകാരും ഇല്ല, ആരും എന്നെ ഇരുത്തത്തില്ല അടുത്ത്. ഭയങ്കര സ്മെല്ല് വരുന്നെന്നാണ് എല്ലാവരും പറയുന്നത്. മാത്രമല്ല ഇപ്പോ എന്റെ ഒരു ചെവിക്ക് കേൾവിയില്ല, ടീച്ചർ പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും എന്നെ കളിയാക്കിയാണ്, അതുകൊണ്ട് ഞാൻ ഇനി പഠിക്കുന്നില്ല എന്ന് പറഞ്ഞു.
അപ്പൊ ഞാൻ പറഞ്ഞ്, അത് നീ എന്നിട്ട് ഇതുവരെ എന്നോട് പറഞ്ഞില്ലല്ലോ. പറഞ്ഞ അത് ചെറുപ്പം മുതലേ ഉള്ളത്, അതുകൊണ്ട് ഞാൻ വീട്ടുകാർക്കൊക്കെ അറിയാം, അതുകൊണ്ട് ഇനി ഞാൻ പോകുന്നില്ല അങ്കിളെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ എനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടറുണ്ട്, ആ ഡോക്ടറിനുമായിട്ട് ഞാൻ സംസാരിച്ചു. ഇവനെ ഞാൻ കൊണ്ടുപോയി, അവിടെ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു. ഡോക്ടറിനോട് ഞാൻ പറഞ്ഞു ഇന്ന പോലെയാണ് സംഭവം എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, ഡോക്ടറിന്റെ ഭാര്യ ENT ഡോക്ടറാണ്. അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞു, എന്റെ ഭാര്യ ENT ഡോക്ടറാണ്, ഇന്നടുത്താണ് ഇരിക്കുന്നത്, അതുകൊണ്ട് പാസ്റ്ററോട് കാര്യം ചെയ്യ്, അവിടെ അവളെ കൊണ്ടേ കാണിക്കും, ഞാൻ ഫോൺ ചെയ്ത് പറയാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ പയ്യനെ അവിടെ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ ENT ഡോക്ടറെ പുള്ളിക്കാരത്തിക്കും അറിയാം, എന്റെ പേര് പറഞ്ഞപ്പോഴേ പുള്ളിക്കാരത്തിക്കും അറിയാം. അപ്പോൾ പുള്ളിക്കാർ ഉടനെ തന്നെ, ഞാൻ കൊണ്ടുവന്നുകൊണ്ട് ഉടനെ തന്നെ വളരെ വിശദമായിട്ട് പരിശോധിച്ചതിന് ശേഷം പറഞ്ഞു, അത് ചെറുപ്പം മുതൽ തന്നെ ഈ ഗ്രാമത്തിൽ ഇങ്ങനെ മണ്ണിലൊക്കെ കളിച്ച് വളർന്ന് ഈ ജലദോഷമൊക്കെ വന്നിട്ട് അത് ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാതെ ഈ ജലദോഷം വന്ന് അത് കട്ടിയായിട്ട് അത് ചെവിയിലൂടെ ഇങ്ങനെ വന്ന് അതിങ്ങനെ ഇരുന്ന് പഴുത്ത് ചെവിയുടെ ഒരു അസ്ഥി ദ്രവിച്ചു പോയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ആണ് കേൾവി ശക്തി പോയത്. അതുകൊണ്ട് ഒരു ചെറിയൊരു ഓപ്പറേഷൻ വേണം എന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെവിയിലെ കേൾവി ശക്തി തിരിച്ചു കിട്ടും. ഒരു സ്റ്റീലിന്റെ ഒരു ചെറിയ ഇത് ഇടണം. മാത്രമല്ല ഇനി ചെവിയുടെ പഴുപ്പ് വരാതെ വേണം, അതിന് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്നാ ചെലവ് വരും? അപ്പോൾ പറഞ്ഞ് 8000 രൂപയോളം ചെലവ് വരും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അന്ന് ഉമ്മർഗാവ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഉള്ളതായിരിക്കുന്ന അവിടുത്തെ മൂപ്പനായിരിക്കുന്ന വീട്ടിച്ച അച്ചായനോടും ഞാൻ ഈ കാര്യം പറഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടി കയ്യിൽ നിന്നും പിന്നെ സഭയിൽ നിന്നും ഒരു ചെറിയ തുക എടുത്ത് ഞങ്ങൾ ആ ഓപ്പറേഷൻ ചെയ്യിച്ച് അവന് പൂർണ്ണ സൗഖ്യം വരുവാനും, തുടർന്ന് ഞാൻ പറഞ്ഞു നീ സ്കൂളിൽ പോകണം, നിശ്ചയമായിട്ട് സ്കൂളിൽ പോയി പഠിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്കൂളിൽ പോയി അവൻ പഠിക്കുവാനായിട്ടും കോളേജിൽ പഠിക്കുവാനും ഒക്കെ അവനെ ദൈവം ഇടയാക്കി. ഇന്ന് ദൈവത്തിന്റെ കൃപയാല് അവന് പഠിച്ച് എഞ്ചിനീയറിംഗ് ഒക്കെ പാസ്സായി ഇന്ന് മഹാരാഷ്ട്ര സർക്കാരില് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഒരു എഞ്ചിനീയറായിട്ട് ഇന്ന് ഔറംഗാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് അവന് ജോലി ചെയ്യുകയാണ്. ജോലി കിട്ടിക്കഴിഞ്ഞപ്പോ ആദ്യമേ തന്നെ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അങ്കിള് നിമിത്തമാണ് ഞാൻ ഇങ്ങനെ എത്തിയത്. അങ്കിള് അന്ന് എന്നോട് അങ്ങനെ സംസാരിച്ച് എനിക്ക് വേണ്ടി അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ 8ാം ക്ലാസ്സിൽ പഠനം നിർത്തി ഞാൻ ഒരു ആദിവാസി ഗ്രാമത്തിലെ വെറും ഒരു ഗ്രാമക്കാരനായ ഒരു കൃഷിക്കാരനായിട്ട് ഞാൻ അങ്ങനെ കഴിയേണ്ടവനാ. അതുകൊണ്ട് അങ്കിളിനോട് എങ്ങനെ നന്ദി പറയണം എന്നാണ് ഞാൻ പറഞ്ഞു. എന്നോടല്ല, കർത്താവിനോട് പറഞ്ഞാൽ മതി. നീ കർത്താവിനെ എപ്പോഴും സ്നേഹിക്കുക, കർത്താവിന് വേണ്ടി നിൽക്കുക, ദൈവത്തിന്റെ കൃപയാൽ. അങ്ങനെ പറയാനായിട്ട് അനേക ഗ്രാമങ്ങളിൽ നിന്ന് ഒന്നുമില്ലാതെ കിടന്ന അനേകരെ അവർക്ക് ജീവിക്കേണ്ട മാർഗം എന്താണ്, എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുവാൻ, അവരെ ആ നിലയിൽ മുന്നോട്ട് നയിപ്പാനായിട്ട് ദൈവം സഹായിച്ചു. എന്നാൽ പലപ്പോഴും ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ അവരുടെ ഭക്ഷണം, അവരുണ്ടാക്കുന്ന ഭക്ഷണ രീതി പലപ്പോഴും നമുക്ക് മലയാളികളായിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. ആദ്യമൊക്കെ ചെല്ലുമ്പോൾ ഛർദ്ദിക്കാൻ വരുമായിരുന്നു, അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്മെല്ല് വരുമ്പോൾ തന്നെ. അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു സാഹചര്യം. എന്നാൽ ഞാനും സുനിയും ഞങ്ങൾ അവിടെ ഗ്രാമത്തിൽ പോയി അവിടെ താമസിച്ച് അവരോടുകൂടെ താമസിച്ച് അവരെ ഭക്ഷണം ഉണ്ടാക്കാൻ പഠിപ്പിച്ചു. അവർക്ക് അറിഞ്ഞുകൂടാ മസാല എന്ന് പറയുന്ന സാധനം എന്താണെന്ന് അറിയത്തില്ല, മുളക് പൊടി, മല്ലിപ്പൊടി, അതൊന്നും അവർക്ക് അറിയത്തില്ല. ആദ്യമായിട്ട് അവർക്ക് ഗരം മസാലയും സാധനവും ഒക്കെ കാണുന്നത് ഞങ്ങൾ അവരെ കൊണ്ടുപോയി കടയിൽ കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തപ്പോഴാണ്. അങ്ങനെ അത് എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അത് അവരെ മേടിച്ചു കൊണ്ടുപോയി ഭക്ഷണം ഉണ്ടാക്കി അവരെ ഭക്ഷണം എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് പഠിപ്പിച്ച് ഇന്ന് ദൈവത്തിന്റെ കൃപയാൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് പോലെ അവർ ഭക്ഷണം ഉണ്ടാക്കി നമ്മളെ കഴിപ്പിക്കുന്ന അനുഭവം, സന്തോഷകരമായിരിക്കുന്ന അനുഭവം. ആ നിലയിൽ ദൈവം വളരെ അത്ഭുതകരമായി അതിശയകരമായി ഗ്രാമത്തിലെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിപ്പാനായിട്ട് ദൈവം സഹായിച്ചു. ഇത്രയും നാൾ ദൈവം ആ നിലയിൽ ഞങ്ങളെ അത്ഭുതകരമായിട്ട് നടത്തുവാനായിട്ട് ഇടയായി തീർന്നു. അനേക ഗ്രാമങ്ങള് ഈ നിലയിൽ ഇന്നും അനേക ചെറുപ്പക്കാര് ഈ ഗ്രാമങ്ങൾ മുഖാന്തരം അനേകർ കർത്താവിലേക്ക് വരുവാനായിട്ടിടെ ആ ഗ്രാമത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവരുടെ ജീവിതത്തിൽ വന്ന വ്യത്യാസം മറ്റ് ഗ്രാമങ്ങളെ സ്വാധീനിക്കുവാനായിട്ടിടയായി. 2-3 മാസങ്ങൾക്ക് മുമ്പ് ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒന്ന് വരണം. ഞാൻ ചോദിച്ചു എന്താണ്? ഞാൻ അപ്പൊ പറഞ്ഞു, ഞങ്ങളുടെ ഇപ്പൊ ബോബിപ്പാട എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഒരു സഹോദരന്റെ വിവാഹം ഉണ്ടായിരുന്നു. ആ വിവാഹത്തിന് അവർ വരുവാനായിട്ടിടയായി. ആ വിവാഹ ശുശ്രൂഷയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്കങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പൊ അതിനാണ് എന്നെ വിളിച്ചത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്, അതുകൊണ്ട് ഞങ്ങളുടെ ഗ്രാമത്തിലും വരണം, ഞങ്ങളുടെ ഗ്രാമത്തിലും വന്ന് ഇതുപോലെ ഞങ്ങളെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് എന്നെ വിളിക്കാനായിട്ടിടയായി. ഞാനും സുനിയും ഒരുമിച്ച് ആ ഗ്രാമത്തിൽ പോകാനായിട്ടിടയായി. ആ ഗ്രാമത്തിൽ ചെന്നപ്പോൾ 300ഓളം ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട്. അവരോട്
സുവിശേഷം പ്രസംഗിക്കുവാനായിട്ടിടയായി തീർന്നു. അതിനുശേഷം ആ ഗ്രാമത്തിൽ നിന്ന് അവര് ബോബിപ്പാട ഗ്രാമത്തിൽ ഇപ്പോ ഇടയ്ക്ക് അവിടെ 3-4 കുടുംബം യോഗത്തിന് വരാനൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. വിശേഷാല ആ ഗ്രാമത്തെ പ്രാർത്ഥനയിൽ ഓർക്കുക. ദൈവം അത്ഭുതകരമായിട്ട് ഓരോ ഗ്രാമങ്ങൾ ഈ നിലയിൽ വഴികൾ തുറന്നു തരുന്നു. പല ഗ്രാമങ്ങളിൽ നിന്നും 1 കുടുംബം 2 കുടുംബം ഒക്കെ ആയിട്ട് വിശ്വാസത്തിൽ വന്ന ഗ്രാമങ്ങളുണ്ട്. 10-15ഓളം ഗ്രാമങ്ങളിൽ ഇപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ ദൈവകൃപയാൽ നടക്കുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുക. ഈ മഴ സമയത്ത് അവരെല്ലാം കൃഷി സമയമായതുകൊണ്ട് അവരാരും ഗ്രാമങ്ങളിൽ കാണത്തില്ല, കൃഷി സ്ഥലത്തായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോ ഈ മഴ സമയത്ത് അധികം പ്രവർത്തനങ്ങൾ നടക്കാറില്ല. എന്നാൽ ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബറോടുകൂടി വീണ്ടും പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ഓഗസ്റ്റ് 15-ന് ഞങ്ങൾ ബോയ്പാട ഗ്രാമത്തില് ഓഗസ്റ്റ് 15-ാം തീയതി രാവിലെ 10 തൊട്ട് വൈകിട്ട് 5 മണി വരെ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു സ്നാന ശുശ്രൂഷയും നടത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഡമനിയിൽ നിന്ന് ഒരു 5 പേരും അതുപോലെ ഗ്രാമത്തിൽ നിന്ന് ചിലരും സ്നാനപ്പെടാനായിട്ട് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അവരുടെ സ്നാനവും ദൈവം അനുവദിച്ചാൽ ഓഗസ്റ്റ് 15-ാം തീയതി നടത്തുവാനായിട്ട് ആഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാ ദൈവമക്കളോടും ഞങ്ങളുടെ അപേക്ഷ എന്ന് പറയുന്നത് ഈ നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക. അതുപോലെ നിങ്ങൾക്ക് കടന്നു വരുവാൻ കഴിയുന്നവർക്ക് കടന്നു വരിക. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷം തരുന്ന കാര്യമാണ്. ആ ഗ്രാമങ്ങളിലെ പ്രവർത്തനങ്ങളെ നേരിട്ട് കാണുവാൻ സന്തോഷമായി. കഴിഞ്ഞ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ അവിടെ വരും എന്ന് പറഞ്ഞു. സന്തോഷമായി കടന്നു വന്നു. അതിൽ വളരെ സന്തോഷമായിരുന്നു. എന്നാൽ മഴ സമയമായതുകൊണ്ട്, നല്ല മഴയും കാര്യമായതുകൊണ്ട് എല്ലാ ഗ്രാമങ്ങളിലും താനുമായിട്ട് പോകാനായിട്ട് സാധിച്ചില്ല. ഏതായാലും പല ഗ്രാമങ്ങളിൽ പോകാനായിട്ടുള്ള അവസരം ദൈവം ഒരുക്കി തന്നു. എന്റെ സമയം അവസാനിച്ചല്ലോ, അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 1 കൊരിന്ത്യർ 16-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം വായിച്ച് ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. 1 കൊരിന്ത്യർ 16-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം എന്റെ ഹൃദയത്തെ വളരെയധികം സ്പർശിക്കുന്ന ഒരു വാക്യമാണ്. 22-ാം വാക്യം അവിടെ നാം വായിക്കുന്ന, കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. നമ്മളെ സ്നേഹിച്ച കർത്താവ് നമുക്ക് വേണ്ടി സ്വർഗത്തിലെ സകല മഹത്വവും ഇടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് കാൽവരുടെ ക്രൂശിൽ ഇത്ര ഭയങ്കരമായിരിക്കുന്ന ശാപം, നിന്ന, പീഡ, കഷ്ടം അനുഭവിച്ച് ഒന്നുമല്ലാതായി തീർന്ന് ക്രൂശിൽ മരിച്ച നമ്മുടെ കർത്താവ്. ആ കർത്താവിനെ സ്നേഹിക്കുവാൻ, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി സ്വന്തം പ്രാണനെ വെച്ചു കൊടുത്ത എന്റെ കർത്താവിന് വേണ്ടി എന്റെ പ്രാണനെ വെച്ചു കൊടുക്കുവാൻ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഞാൻ അവന്റെ സ്നേഹം അനുഭവിച്ചു, ഞാൻ അവന്റെ സ്നേഹം ആസ്വദിക്കുന്നു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അതേ പൗലോസ് പറയുകയാണ്, ഈ കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവനാ. ദൈവവചനത്തിലെ കർത്താവിനെ സ്നേഹിക്കുന്നതിനെ കുറിച്ച് അനേക കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. മത്തായി സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 34 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ഏറ്റവും വലിയ കൽപ്പന നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്. അവിടെ പറയുന്ന പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ എന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുക. അതാണ് ഏറ്റവും വലിയ കൽപ്പന. നമ്മോടുള്ള ബന്ധത്തിലുള്ള ഏറ്റവും വലിയ കൽപ്പന, നാം പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ സർവശക്തിയോടും കൂടെ നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുക. ആ സ്നേഹം എന്ന് പറയുന്നത് അതിനപ്പുറം ഒന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ നാം പലതും, ഈ ലോകത്തിൽ പലതും നമ്മള് വിലയേറിയതായിട്ട് കാണുന്നു. എന്റെ ഭാര്യയോ എന്റെ മക്കളോ എന്റെ സമ്പത്തോ എന്റെ മറ്റൊന്നും എന്റെ കർത്താവിന്റെ ആ സ്നേഹത്തിന്റെ മുമ്പിൽ ഒന്നുമല്ല. കർത്താവ് എന്നെ സ്നേഹിച്ചതുപോലെ മറ്റാരും എന്നെ സ്നേഹിച്ചിട്ടില്ല. അതുകൊണ്ട് എന്റെ ജീവിതത്തിന്റെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് വേണ്ടി സ്വയം ത്യജിച്ച, എനിക്ക് വേണ്ടി സ്വയം യാഗമായി തീർന്ന ആ കർത്താവ് എനിക്ക് വേണ്ടി എന്തായി തീർന്നു അതായി തീരുക എന്നുള്ളതാണ്. അവൻ എനിക്ക് വേണ്ടി അവന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണിയില്ല എങ്കിൽ എന്നെ കുറിച്ച് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. അതിനപ്പുറമായിട്ടൊന്നുമില്ല. ആ കർത്താവിനോടുള്ള സ്നേഹം നിമിത്തം അനേകരുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ സ്വയം യാഗമായെങ്കിൽ ആ കർത്താവിന് വേണ്ടി അനേകരെ നേടുവാൻ നമുക്ക് നമ്മുടെ ജീവനെ വെച്ചു കൊടുക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. നാം ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഈ തലമുറയുടെ സമയത്ത്, നാം ജീവനോടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം ഈ സുവിശേഷം മറ്റുള്ളവരോട് അറിയിച്ചില്ല എങ്കിൽ, നാം ഈ സ്നേഹത്തെ മറ്റുള്ളവരോട് അറിയിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ, ആ സ്നേഹം മറ്റുള്ളവരുടെ മുമ്പാകെ വെളിപ്പെടുത്തുവാൻ, നമ്മുടെ ജീവിതം കൊണ്ട് വെളിപ്പെടുത്തുവാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ നാം എന്തിനാ രക്ഷിക്കപ്പെട്ടവരെന്ന് പറയുന്നത്? പിന്നെ നാം എന്തിനാണ് വിശ്വാസി എന്ന് പറയുന്നത്? നാം ആ കർത്താവിന്റെ സ്നേഹത്തെ ഞാൻ അനുഭവിച്ചു, ഞാൻ അറിയുന്നു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? പ്രിയമുള്ളവരെ,
ആ കർത്താവിനെ സ്നേഹിക്കുക. സ്നേഹം വാക്കാലല്ല, പ്രവൃത്തിയാൽ കാണിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതാ. അവൻ നമ്മെ എപ്രകാരം സ്നേഹിച്ചുവോ അതേപോലെ സ്നേഹിക്കുക. നാം വായിക്കുന്നുണ്ടല്ലോ, നാം അവനെ സ്നേഹിച്ചതല്ല, അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചു. അതെ, ആദ്യം നമ്മെ സ്നേഹിച്ചത് നമ്മുടെ കർത്താവാണ്. അതുകൊണ്ട് ആ കർത്താവിനെ ആഴമായി സ്നേഹിക്കുവാൻ, ആ കർത്താവിന് വേണ്ടി നമ്മുടെ ജീവനെ വെച്ചു കൊടുക്കുവാൻ, ആ കർത്താവിന്റെ സ്നേഹത്തെ അനേകരോട് അറിയിക്കുവാനായിട്ട്, പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിൽ സമർപ്പിക്കുവാനായിട്ട് ഇന്നത്തെ എൻ്റെ ഈ സാക്ഷ്യം കൊണ്ടും ഈ വചനം കൊണ്ടും ദൈവം ചിലർക്കെങ്കിലും ഇടയാക്കിയെങ്കിൽ തീർച്ചയായിട്ടും അതെന്റെ ജീവിതത്തിൽ വളരെ സന്തോഷം തരുന്ന, ആനന്ദം തരുന്ന ഒരു അനുഭവമാണ്. അത് മാത്രം എല്ലാവരോടും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുകയാണ്. ദൈവനാമം ഇന്ന് എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അവസരം തന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും, വിശേഷാല സന്തോഷ ബ്രദറിനോടും ഇവിടെ കടന്നു വരികയും ഞങ്ങളോടൊപ്പം ഈ വേലയിൽ അല്പസമയം ഞങ്ങളോടൊപ്പം ചിലവഴിക്കുകയും ചെയ്തതിലുള്ള സ്നേഹവും സന്തോഷവും പ്രത്യേകം ഈ സമയം അറിയിക്കുന്നു. ഒപ്പം ഇങ്ങനൊരു അവസരം വീണ്ടും ഞങ്ങളുടെ ജീവിതത്തിലെ ഇത് വെളിപ്പെടുത്താതിരുന്ന, അധികം ഞാൻ ആരോടും പറയാൻ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും ഇന്ന് പറയുവാനായിട്ട് ഇടയായി. അത് സന്തോഷപ്രദന്റെ നിർബന്ധ നിമിത്തമാണ് അത് പറയുവാനായിട്ട് ഇടയായി തീർന്നത്. അതിനുള്ള അവസരം ഈ നിലയിൽ ഒരുക്കിയതോർത്ത് ചിലർക്കെങ്കിലും അത് പ്രയോജനപ്പെട്ടാൽ വളരെ സന്തോഷം. ദൈവനാമത്തിന് അത് മഹത്വമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ അവസരം തന്ന എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവനാമം ഇന്ന് എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. മഹത്വം ഉണ്ടാകട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങൾ പോയി കണ്ട് അനുഭവിപ്പാനുള്ളൊരു മഹാഭാഗ്യം ദൈവം എനിക്ക് ലഭിച്ചു. അതുകൊണ്ട് തന്നെയാണ് പ്രാർത്ഥനയോടെ ഞാൻ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ അവിടെ പോയി ഒരാഴ്ച അവിടെ നിന്നത്. ദൈവകൃപയുടെ അളന്നു കുറിച്ച വാക്കുകളായിരുന്നു അത്. അതൊരു സമർപ്പണത്തിന്റെയും ത്യാഗത്തിന്റെയും കണ്ണുനീര് നിറഞ്ഞ വാക്കുകളായിരുന്നു. ദൈവസ്നേഹത്തിന്റെ സമർപ്പണത്തിന്റെ ഒരു വാക്കുകളായിരുന്നു. കർത്താവിന്റെ ദാസൻ ഈ ചെയ്യുന്ന ഒരുപാട് ശുശ്രൂഷകളുണ്ട്. ഓൺലൈൻ വഴി അദ്ദേഹം ചെയ്യുന്ന ധാരാളം ശുശ്രൂഷകളുണ്ട്. കഥകളിലൂടെയും പാട്ടുകളിലൂടെയും അദ്ദേഹം ചെയ്യുന്ന അനവധിയായ ശുശ്രൂഷകൾ. വളരെ പ്രതിസന്ധികളും കഷ്ടങ്ങളും സഹിച്ചാണ് അദ്ദേഹം ഗ്രാമങ്ങളിൽ പോവുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഇതൊക്കെ കണ്ടതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അടിയന്തരമായി കർത്താവിന്റെ ദാസന് ഒരു വാഹനം ആവശ്യമാണ്, ഒരു 4 വീലർ ആവശ്യമാണ്. കാരണം ഇത്രയും ദൂരം 90 കിലോമീറ്റർ ഒക്കെ ബൈക്കിൽ യാത്ര ചെയ്ത അനുഭവങ്ങളുണ്ട്. പ്രിയദാസിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം. ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അതിനൊരു കമന്റ് ഇട്ടിട്ട് അല്ലെങ്കിൽ അഭിപ്രായപ്പെട്ടിട്ട് പോകാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമുക്ക് കർത്താവിന്റെ ദാസിന് വേണ്ടി എന്ത് ചെയ്യാനായിട്ട് കഴിയും? ദൈവം തന്ന കൃപയ്ക്കനുസരിച്ച് കർത്താവിന്റെ ദാസനെ സഹായിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലയിലല്ല, പ്രവർത്തനത്തിന് ഒരുപാട് ആവശ്യങ്ങൾ മുമ്പിലുണ്ട്. അതൊന്നും പറഞ്ഞില്ല എന്നേ ഉള്ളൂ. പക്ഷെ അതൊക്കെ ദൈവം അറിയുന്നു. പക്ഷെ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്, നമ്മളാൽ ചെയ്യാൻ കഴിയുന്ന ഒരു സഹായം. അതിനുപരി കർത്താവിന്റെ ദാസന് തന്റെ കുടുംബത്തിന് വേണ്ടി മുൻപായി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കടപ്പാടുണ്ട്. ഞാൻ പോന്നപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ വീണ്ടും മടങ്ങി വരും, ഞാൻ വീണ്ടും ഈ സ്ഥലത്തേക്ക് വരും. ഇനിയും നാം പോകാൻ കഴിയാഞ്ഞ ഗ്രാമങ്ങളിലേക്ക് വീണ്ടും വീണ്ടും പോകണം. സത്യത്തിൽ ഇപ്പോഴും എന്റെ മനസ്സ് അവിടെ തന്നെ നിൽക്കുകയാണ്, എന്റെ ശരീരം ഇവിടെ തന്നെ ഇരിക്കുക. പ്രിയദാസനും തന്റെ കുടുംബവും സൽക്കരിച്ചതും സ്നേഹിച്ചതും സ്വീകരിച്ചതും ഒക്കെ ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. പ്രിയപ്പെട്ടവരെ, കഴിയുന്നിടത്തോളം കർത്താവിന്റെ ദാസനെ ഫോൺ ചെയ്യാനും ആശ്വസിപ്പിക്കുവാനും ധൈര്യപ്പെടുത്തുവാനും, ഞങ്ങളുണ്ട് പുറകിൽ പ്രാർത്ഥനയിൽ എന്ന് പറയുവാൻ, നമ്മളാൽ കഴിയുന്ന ഏത് സഹായങ്ങളും ചെയ്യുവാനും നമുക്ക് കടപ്പാടുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. കാരണം അദ്ദേഹം കർത്താവിന്റെ വേലയാണ് ചെയ്യുന്നത്. ഈ ലോകത്തിലെല്ലാം വിട്ടുകളഞ്ഞിട്ട് കർത്താവിന്റെ വേലയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടതാണ്. അവിടെ പിന്നണിയിൽ നിന്ന് ധൈര്യപ്പെടുത്തേണ്ടത് നാം ഓരോരുത്തരുമാണ്. മോശ ആ പർവ്വതത്തിന് മുകളിൽ കൈകൾ ഉയർത്തി നിന്നപ്പോൾ അഹരോനും ഹൂരും ആ കൈകളെ ഉയർത്തി നിന്നതുപോലെ ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി, നമ്മുടെ കടമയാണ്. കർത്താവിന്റെ ദാസന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കഴിയുന്ന ഏത് നിലയിലുള്ള സഹായങ്ങളും പ്രാർത്ഥനയിലൂടെയും അല്ലാതെയും നമുക്ക് ചെയ്യാം. ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ, പ്രവർത്തനത്തെ അനുഗ്രഹിക്കട്ടെ. അനേക ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെന്ന് അവിടെയെല്ലാം സ്ഥലം സഭകൾ രൂപപ്പെടുവാൻ ഇടയാകട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. വോട്ട് ഓഫ് താങ്ക്സിനും മറ്റ് അനൗൺസ്മെന്റുമായി മിനിസ്ട്രിയുടെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസൻ
ആംഗുരേശാനെ പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് വീണ്ടും നന്ദിയോട് സ്തോത്രം ചെയ്യാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട രണ്ട് സാക്ഷ്യങ്ങളാണ് നാം ഇന്ന് കേട്ടത്. എൻ്റെ ഓർമ്മയനുസരിച്ച് കാലൂർനാഥ മിനിസ്ട്രിയിൽ കടന്നു വന്ന അനേക പ്രിയപ്പെട്ടവർ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതുപോലൊരു സാക്ഷ്യം കേട്ടിട്ടുണ്ടോ എന്നുള്ളത് എനിക്കൊരു സംശയമാണ്. വളരെ പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടി പ്രിയപ്പെട്ടവർ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഓർക്കുമ്പോൾ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. സൗരി പറഞ്ഞതുപോലെ കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പലർക്കും ഈ ഒരു അവസ്ഥ ഉണ്ടായി കാണുകയില്ല. എന്നാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥയിൽ കൂടിയാണ് പ്രിയപ്പെട്ടവർ കടന്നുപോയത്. വളരെ മനോഹരമായിട്ടുള്ള ഹൃദയത്തെ തൊടുന്ന സാക്ഷ്യമാണ് പ്രിയ സഹോദരരുടെയും കേട്ടത്. പ്രയാസങ്ങൾ, ദുഃഖങ്ങളെല്ലാം ജീവിതത്തിൽ ഉണ്ടായി. അതൊന്നും ദൈവവേലയ്ക്ക് തടസ്സമുണ്ടായി തീരുവാൻ ദൈവം അനുവദിച്ചില്ല. പ്രിയ സഹോദരൻ ഷാജിയുടെയും അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കുകയായിരുന്നു. വളരെയധികം നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ കാര്യങ്ങൾ താൻ അവതരിപ്പിക്കുകയുണ്ടായി. ഇത്രയും പ്രയാസത്തിൽ കൂടി കടന്നുപോയെന്ന് പറഞ്ഞാലും ദൈവവേലയോടുള്ള സ്നേഹം, താൻ പറഞ്ഞതുപോലെ ആ ദൈവസ്നേഹം എങ്ങനെയാണ് മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാൻ പറ്റാതെ പോകുന്നത്. ആ ദൈവസ്നേഹത്തിലാണ് പ്രിയ സഹോദരൻ ഇത്രയും ദൂരെ ചെന്ന് കർത്താവിന്റെ വേല കുടുംബമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെയധികം നമ്മളെ ഹൃദയത്തെ തൊടുന്ന അനേക കാര്യങ്ങളാണ് നാം കേട്ടത്. കേട്ടതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ശരിയാണ്, പറഞ്ഞാൽ ദൈവവേലയ്ക്ക് ഇറങ്ങുന്നവർ പലരും ചിന്തിക്കും ദൈവം എന്നെ എങ്ങനെ നടത്തും എന്നുള്ളത്. പക്ഷെ പ്രിയ സഹോദരന്റെയും കുടുംബത്തിന്റെയും സാക്ഷ്യത്തിൽ നിന്ന് ദൈവവേലയ്ക്ക് ഇറങ്ങുന്നവർക്ക് ഒരു ധൈര്യം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സാക്ഷ്യമാണ് നാം ഇന്ന് കേട്ടത്. കേട്ടവർക്ക് എല്ലാവർക്കും അത് കേട്ട് ദൈവത്തെ സ്തുതിക്കുവാൻ ധാരാളം കാര്യങ്ങൾ പ്രിയ സഹോദരൻ ഒന്ന് കേൾക്കുവാൻ സഹായിച്ചു. പ്രിയ സന്തോഷ് സഹോദരൻ കഴിഞ്ഞ ആഴ്ച അവിടെ ആയിരുന്നു. ഇവിടെ കടന്നു വന്നപ്പോൾ അനേക കാര്യങ്ങൾ എന്നെയും പറഞ്ഞ് മനസ്സിലാക്കി. ദൈവം വെച്ചു കഴിഞ്ഞാൽ പ്രിയ സന്തോഷ് സഹോദരൻ പിന്നെയും ഇവിടെ പോകണം എന്നുള്ളൊരു ആഗ്രഹമാണ് എന്നോട് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനയെ നമുക്ക് ഓർക്കാം. 2 കുഞ്ഞുങ്ങളുണ്ട്, അവരെ നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. പ്രിയ സഹോദരന്റെ വേല നിമിത്തം ഇനി ആയിരങ്ങൾ കർത്താവിന്റെ വചനം കേൾക്കുവാൻ, ദൈവത്തിന്റെ ആ സ്നേഹം മനസ്സിലാക്കുവാൻ ഇടവരുത്തുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരൻ ആഗ്രഹിക്കുന്ന പോലെ നല്ലൊരു വാഹനം വാങ്ങി അത് പല ഗ്രാമങ്ങളിലും പോകാൻ ആഗ്രഹിക്കുന്നവരുടെ സാഹചര്യങ്ങൾ ഒരുക്കുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ആ കാര്യത്തിൽ സഹകരിക്കാം. അവരുടെ കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. തുടർന്ന് കുടുംബത്തെ നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. അതുപോലെ പ്രിയ മകൾ അക്സ വളരെ മനോഹരമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഗാനം പാടുവാനും മിനിസ്ട്രി സഹായിക്കുവാനല്ല ദൈവം ഇടവരുത്തലായിട്ട് നിങ്ങളുടെ സ്തോത്രം ചെയ്യാം. ദൈവമെങ്കിൽ അടുത്ത ആഴ്ചയും ഇതുപോലെ ഒരു പ്രോഗ്രാം ഉണ്ടാകുവാൻ തക്കവണ്ണം ദൈവമക്കളായ നിങ്ങൾ നമ്മുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. പ്രാർത്ഥിച്ച് നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല നേരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കർത്താവെ പ്രിയപ്പെട്ടവർ മൂലം കേൾക്കുവാൻ ഇടവരുത്തിനായിട്ട് നിങ്ങളുടെ സ്തോത്രം. പ്രിയ സഹോദരിയുടെ സാക്ഷ്യം കേട്ട് കർത്താവെ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. സഹോദരി സ്നേഹയെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ദാസന്റെ ആ പ്രവർത്തനത്തോടുകൂടി ചേർന്ന് നിന്ന് ദൈവത്തിൽ ആശ്രയിച്ച് കർത്താവെ പ്രിയപ്പെട്ടവർ ചെയ്യുന്ന എല്ലാ വേലകളിലും ദൈവത്തിന്റെ കൃപ ധാരാളമായിട്ട് കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഷാജി സഹോദരനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്വന്തം കേരളം വിട്ട് ദൈവമേ വളരെയധികം ദൂരെ ചെന്ന് ഗുജറാത്തിന്റെ പ്രദേശത്ത് ചെന്ന് കർത്താവ് അനേക ഗ്രാമങ്ങളിൽ ദൈവത്തിന്റെ സ്നേഹം പറയുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ദാസനെയും എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാൽ നന്ദിയോടെ സ്തോത്രം. അനേക സഭകൾ സ്ഥാപിക്കുവാൻ തക്കവണ്ണം, അനേകരെ രക്ഷയിലേക്ക് നടത്തുവാൻ തക്കവണ്ണം, അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ കൂട്ടായ്മകൾ ഉണ്ടാകുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ദാസനെയും കുടുംബത്തെയും ദൈവം എടുത്ത് ഉപയോഗിക്കുന്നതോർ തന്നെയുടെ സ്തോത്രം. വളരെ വളരെ കർത്താവെ പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയെങ്കിലും ദൈവത്തിന്റെ ആ സ്നേഹം കർത്താവെ തന്നെ ആ വേലയിൽ നിലനിർത്തിയെന്നോർ തന്നെയുടെ സ്തോത്രം. ഈ സാക്ഷ്യം കേട്ട അനേക പ്രിയപ്പെട്ടവർക്ക് ദൈവം നടത്തുന്ന വിധങ്ങളെ ഓർത്ത് നന്ദി പറയുവാൻ തക്കവണ്ണം, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണമുള്ള ധൈര്യം കർത്താവ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന്റെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് കൂടെ ഇരുന്ന് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. 2 കർത്താവെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരും പല സ്ഥലത്തായിരിക്കുന്നു. അവരെയും ഓർത്ത് കർത്താവെ
ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വേല ചെയ്യുവാൻ തക്കണം ദൈവമേ അവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേക പ്രിയപ്പെട്ടവർ കർത്താവ് ഇന്ന് ഈ മീറ്റിംഗിലേക്ക് കടന്നു വരുവാൻ തക്കണം ഞങ്ങൾ ഒന്നിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കണം ഒരവസരം കൂടി തന്നതിനായിട്ട് എന്നോട് സ്തോത്രം. എന്റെ പുറകിൽ അധ്വാനിക്കുന്ന കർത്താവെ സന്തോഷ് മാത്യു സഹോദരനെയും കർത്താവെ കുടുംബത്തെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് കൂടെ ഇരുന്ന് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹിതമെങ്കിൽ അടുത്ത ആഴ്ചയും ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിംഗ് നടത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവം എല്ലാം വഴികളും കർത്താവ് ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുകയാൽ നന്ദിയോടെ സ്തോത്രം. എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൽ അപേക്ഷിക്കുന്നു. സ്വർഗീയ പിതാവേ, ആമേൻ.